ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും നന്മയും ശാന്തിയും സമാധാനവും എല്ലാ അനുഗ്രഹവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അധ്യാത്മരാമായണം കിളിപ്പാട്ട് ആരണ്യകാന്ഡം. ഓം ഹരിശ്രീ ഗണപതയേ നമ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ജടായുഗതി. 14-ാം ദിവസമാണ്. ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ, സീതയെ തിരഞ്ഞെടുക്കുന്നതാണ്. തേരഴിഞ്ഞുടഞ്ഞു വീണാകുല അടവിയിൽ ശസ്ത്രചാപങ്ങളോടും കൂടവേ കിടക്കുന്നത് എത്രയും അടുത്തു കാണായിതു. മധ്യേ മാർഗം. പോകുന്ന വഴിക്ക് സീതയെ തിരഞ്ഞെടുക്കുമ്പോൾ വഴി മധ്യത്തിൽ എന്താ തേരെല്ലാം അഴിഞ്ഞുടഞ്ഞു കിടക്കുന്നു. അതായത് ജടായുമായിട്ട് യുദ്ധം ചെയ്തപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ രാവണൻ്റെ തേരെല്ലാം അവിടെ അഴിഞ്ഞു വിരിഞ്ഞ് കിടക്കുന്നതാണ്. എന്തോന്ന് രാമൻ അറിയത്തില്ലല്ലോ, അതവിടെ കിടക്കുന്ന സംഭവം. അന്നേരം സൗമിത്രിയോട് അരുളി ചെയ്തു രാമൻ, ഭിന്നമായൊരു രഥം കാണടോ കുമാര നീ. തന്വങ്കി തന്നെ ഒരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസൻ അവനോട് പോർ ചെയ്തിടിനാൻ. രാക്ഷസൻ ഒരുത്തരം കൊണ്ടുപോകുമ്പോൾ വേറൊരുത്തം വന്ന് യുദ്ധം ചെയ്ത് കാണുമെന്ന്. അന്നേരം അഴിഞ്ഞ തേർ കോപ്പിതാ കിടക്കുന്നു എന്ന് വന്നിടാം. അവർ കൊന്നു ആരോ ഭക്ഷിച്ച്, ആരോ കൊന്ന് ആരോ ഭക്ഷിച്ചു. ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം. ജാനകി തന്നെ തിന്നു തൃപ്തനായൊരു യാതുധാനനി കിടക്കുന്ന അത്ര നീ കണ്ടില്ലയോ. അതായത് ജാനകിയെ കൊന്നു തിന്നിട്ട് അവിടെ ജടായു കിടക്കുന്നത് തോന്നത്തില്ല, ഭയങ്കര രൂപമല്ലേ. അപ്പം അവിടെ കിടക്കുന്ന വിചാരിക്കുന്നത് അത് നീ കണ്ടില്ലയോ. കൊല്ലുവൻ ഇവനെ ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലുമിങ്ങി ആശു തന്നിടന്നതു കേട്ട നേരം വിത്രസ്ത ഹൃദയനായി പക്ഷിരാജനും ചൊന്നാൻ. അത് കേട്ടപ്പോൾ ജടായു പറയുന്നു, വധ്യനല്ലഹം, ഞാൻ കൊല്ലപ്പെടേണ്ടവനല്ല. തവ ഭക്തനായൊരു ദാസൻ, ഞാൻ അവിടുത്തെ ഭക്തനാണ്, ദാസനാണ്. മിത്രം എത്രയും തവ താതന് വിശേഷിച്ചും, ദശരഥ മഹാരാജാവിന് വിശേഷിച്ചും ഞാൻ ദാസനായിരുന്നു. സിഗ്ധനായിരിപ്പൊരു പക്ഷിയാൻ ജടായു ഞാൻ. ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ പത്നി തന്നെ കട്ടുകൊണ്ട് ആകാശേ പോകുന്നേരം അറിഞ്ഞു ഞാൻ. പെട്ടെന്നു ചെന്നു തടുത്ത് അവനെ യുദ്ധം ചെയ്തു. മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ
വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനും അപ്പോൾ. അത് രാവണന്റെ വാളാണ് ചന്ദ്രഹാസം. ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനും അപ്പോൾ പുഷ്ടവേദനയോടും ഭൂമിയിൽ വീണേനല്ലോ. ചിറകറ്റ് അവിടെ കിടക്കുന്നു. നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞു മരിയായ എന്നുവെച്ചാൽ ഭഗവാനെ കണ്ടിട്ടേ എനിക്ക് മരിക്കാവൂ. മരിയായ എന്ന് ഇന്ദിരാദേവിയോട് വരവും വാങ്ങിക്കൊണ്ടേ ശ്രീരാമനെ കണ്ട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടേ മരിക്കാവൂ എന്ന് വരവും വാങ്ങിച്ചാട്ട് ഇവിടെ കിടക്കുവാണ്. തൃക്കൺ പാർക്കേണം എന്നെ കൃപയാ കൃപാനിധേ. തൃക്കഴലിണ നിത്യം ഉൾക്കാമ്പിൽ വസിക്കണം. ഇത്തരം ജടായുധൻ വാക്കുകൾ കേട്ടു നാഥൻ ചിത്തകാരുണ്യം പൂണ്ടു ചെന്നടുത്തിരുന്നു തൻ തൃക്കൈകൾ കൊണ്ട് തലോടിനാൻ അവനുടൽ. ദുഃഖാശ്രുപ്ലത നയനത്തോടും രാമചന്ദ്രൻ ദുഃഖത്തോടുണ്ടായ കണ്ണുനീർ ശ്രീരാമന്റെ ദുഃഖാശ്രുപ്ലത നയനത്തോടും കണ്ണുനീരിങ്ങനെ ഒഴുകുന്ന കണ്ണുകളോട് രാമചന്ദ്രൻ ചൊല്ലഹോ മമ വല്ലഭ വൃത്താന്തം നീയെല്ലാം എന്നതു കേട്ടു ചൊല്ലിനാൻ ജടായുവും. രക്ഷോനായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണദിശി കൊണ്ടുപോയാനെന്നറിഞ്ഞാലും തെക്കോട്ട് കൊണ്ടുപോയി ദക്ഷിണദിശയിലേക്ക് ചൊല്ലുവാനില്ല ശക്തി. മരണപീഡയാലേ എനിക്ക് മരണത്തിൻ്റെ വേദനയാണ്, എനിക്ക് പറയാൻ ശക്തിയില്ല. നല്ലത് വരുവതിനായി അനുഗ്രഹിക്കണം, എനിക്ക് നന്മയ്ക്കായി അനുഗ്രഹിക്കണം. നിന്തിരുവടി തന്നെ കണ്ടിരിക്കവേ, ഭഗവാൻ തന്നെ കണ്ടിരിക്കവേ ബന്ധമറ്റിയിടും വണ്ണം മരിക്കാൻ അവകാശം. ഭഗവാനിങ്ങനെ കണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ബന്ധമറ്റ് എനിക്ക് മരിക്കണം, അതിനവകാശം. വന്നതു ഭവൽ കൃപാ പാത്രമായാലഹം പുണ്യപുരുഷോത്തമ ദയാനിധി. നിന്തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരനാനന്ദാത്മാ പരമാത്മാ മായ മാനുഷരൂപി സന്തതം അന്തർഭാഗേ വസിച്ചു കിടുക വേണം. എൻ്റെ ഉള്ളിൽ എപ്പോഴും ഭഗവാൻ വസിക്കണം. നിൻ തിരുമേനി ഘനശ്യാമള അഭിരാമം അന്ത്യകാലത്തിങ്കൽ ഈ വണ്ണം കാണായ മൂലം. നമ്മളും പ്രാർത്ഥിക്കണം, നമ്മുടെ കൊടുക്ക അന്ത്യകാലത്ത് ഭഗവാൻ നമ്മുടെ ഉള്ളിൽ വേണം. ഈ ജടായു പ്രാർത്ഥിക്കുന്നത് പോലെ അദ്ദേഹത്തിന് സമയം എടുത്തപ്പോൾ ഭഗവാൻ വന്നല്ലോ, അത്രമാത്രം ഭക്തനായതുകൊണ്ടല്ലേ. അന്ത്യകാലത്തിങ്കൽ ഈ വണ്ണം കാണായ മൂലം ബന്ധവും മറ്റു മുക്തനായേ ഞാനെന്നു നൂനം. ബന്ധുഭാവേന ദാസനാകിയോരടിയനീ ബന്ധുക സുമ തൃക്കരതലം തന്നാൽ ബന്ധുവത്സലാമന്ദം തൊട്ടരുളേണം. എന്നാൽ നിന്തിരുമലർ അടിയോട് ചേർന്നിടാമല്ലോ. ഉച്ചമലരി പൂ പോലുള്ള കൈത്തലം കൊണ്ട് എന്നെ തലോടണം ഭഗവാനെ. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള പുഷ്പം പോലിരിക്കുന്ന കൈയാണ് ഭഗവാന്റെ. ആ പുഷ്പം പോലത്തെ കൈ കൊണ്ട് തൊട്ട് എന്നെ അരുളണം. അപ്പോൾ നിന്തിരുമലർ അടിയോട് ഭഗവാനോട് എനിക്ക് ചേർന്നിടാമല്ലോ. ഇന്ദിരാപതി അതു കേട്ടുടൻ തലോടി ഞാൻ മന്ദമന്ദം പൂർണ്ണ ആത്മാനന്ദം വന്നിടും വണ്ണം. അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജടായുവും മഞ്ഞിടം തന്നിൽ വീണ നേരത്തു രഘുവരൻ കണ്ണുനീർ വാർത്തു ഭക്തവാത്സല്യ പരവശാൽ അർണോജനേത്രൻ പിതൃമിത്രമാം പക്ഷീന്ദ്രന്. പിതാവിൻ്റെ മിത്രമാണ്, ദശരഥ മഹാരാജന് മിത്രമാണ് ഈ ജടായു. അതുകൊണ്ട് അർണോജനേത്രൻ ഭഗവാൻ പരമാത്മാവായ ശ്രീരാമൻ പിതൃമിത്രമാം പക്ഷീന്ദ്രൻ്റെ ഉത്തമാംഗത്തെ എടുത്ത് ഉത്സംഗ സീമിനി ചേർത്ത്, അത് ശിരസെടുത്ത് ഭഗവാന്റെ മടിയിൽ വെച്ചു ചേർത്തിട്ട് ഉത്തരകാര്യാർത്ഥമായി സോദരനോട് ചൊന്നാൻ. കാഷ്ടങ്ങൾ കൊണ്ടുവന്ന് നല്ലൊരു ചിത തീർത്ത് തടികൾ കൊണ്ടുവന്ന് ചിത തീർക്കണം ഇതിനെ സംസ്കരിക്കാൻ. കാഷ്ടങ്ങൾ ലക്ഷ്മണനോട് പറഞ്ഞു, കാഷ്ടങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചിത തീർത്ത് കൂട്ടണം അഗ്നി സംസ്കാരത്തിന് വൈകിടാതെ. ലക്ഷ്മണൻ അത് കേട്ടു ചിതയും തീർത്തിയിടിനാൻ തൽക്ഷണം. കുളിച്ചു സംസ്കാരവും ചെയ്തു, പിന്നെ സ്നാനവും കഴിച്ചുദകക്രിയാദിയും ചെയ്തു. കാനനെ തത്ര മൃഗം വധിച്ചു മാംസഖണ്ഡം പുല്ലിന്മേൽ വച്ചു ജലാദികളും നൽകിയിടിനാൻ. അങ്ങനെ എങ്ങാണ്ട് മരണം കഴിയുമ്പോൾ കൊടുക്കണമല്ലോ പക്ഷിക്ക് മാംസം. ഒന്നിനെ കൊന്ന് മാംസം അവിടെ വച്ചു പുല്ലിന്മേൽ. നല്ലൊരു ഗതി ഉണ്ടാവാൻ പിത്രാർത്ഥമായി പക്ഷികളിവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രൻ ഇതുകൊണ്ട് തൃപ്തനായി ഭവിച്ചാലും. സൗണ്ട് അടയ്ക്കുന്നുണ്ടെങ്കിൽ എവിടേക്കോ മുറിഞ്ഞു പോവുക, ഒട്ടും സംസാരിക്കാൻ പറ്റുന്നില്ല. കാരുണ്യമൂർത്തി കമലേക്ഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കുന്ന സാദരം അരുൾ ചെയ്തു. അങ്ങനെ ഭഗവാൻ
സാരൂപ്യം ഭഗവാന്റെ രൂപം പ്രാപിക്കട്ടെ എന്ന് ജടായുവിന് അത് മോക്ഷം കൊടുത്തു. അന്നേരം വിമാനമാരുഹ്യ ഭാസ്വരം ഭാനുസന്നിഭം ദിവ്യരൂപം പൂണ്ടൊരു ജടായുവും നല്ലൊരു ദിവ്യരൂപം പൂണ്ട്. എങ്ങനെയാ? വിമാനമാരുഹ്യ ഭാസ്വരം ഭാനുസന്നിഭം ദിവ്യരൂപം പൂണ്ടൊരു ജടായുധം. ഭാനു അർക്കനെ പോലെ ശോഭിച്ച്. ശംഖാരി ഗദ പത്മ മകുട പീതാംബരാദ്യങ്കിത രൂപം പൂണ്ട് വിഷ്ണു പാർഷദന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ട മുനികളാൽ തേജസ സകല വ്യാപ്തനായി കാണായി വന്നു. സർവ ദിക്കുകളിലും വ്യാപ്തിച്ച് കാണായി വന്നു. അത്രമാത്രം ഒരു തേജസ് ഈ ജടായുവിൻ്റെ. സന്നദ്ധഗാത്രത്തോട് ഉയരെ കൂപ്പി തൊഴുത് ഉന്നത ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്താൻ. ജടായുവിൻ്റെ സ്തുതിയാണ് ഇനി. അഗണ്യ ഗുണം ആദ്യം അവ്യയം അപ്രമേയം അഖില ജഗൽ സൃഷ്ടി സ്ഥിതി സംഹാരമൂലം പരമം പരമാനന്ദം പരാത്മാനം ഭരതമഹം പ്രണതോസ്മി സന്തതം രാമം മഹിത കടാക്ഷ വിക്ഷേപിത അമരശുഷം തിഹിതാവതി സുഖ ഇന്ദിരാ മനോഹരം ശ്യാമളം ജടാ മകുടോജ്വലം ചാപശര കോമള കരാംബുജം പ്രമദോസ്മ്യഹം രാമം ഭുവന കമനീയ രൂപ ഇടിതം ശതരവിഭാസുര അഭീഷ്ടപ്രദം ശരണദം സുരപാദപമൂല രചിത നിലയനം സുരസഞ്ചയ സേവ്യം പ്രണതോസ്മ്യഹം രാമം ഭവകാനന ദേവദഹന നാമധേയം ഭവകാനന ദേവദഹന നാമധേയം ഭവ പങ്കജ ഭവ മുഖ ദൈവതം ദേവം ധനുജപതി കോടി സഹസ്ര വിനാശനം മനുജാകാരം ഹരിം പ്രണതോസ്മ്യഹം രാമം ഭവഭാവനാഹരം ഭഗവൽ സ്വരൂപിണം ഭവഭീവിരഹിതം മുനിസേവിതം പരം ഭവസാഗര തരണാഗ്രിപോദകം നിത്യം ഭവനാശായ അനിശം പ്രണതോസ്മ്യഹം രാമം ഗിരീശ ഗിരിസുതാ ഹൃദയ അംബുജാവാസം ഗിരിനായകധരം ഗിരിപക്ഷാരി സേവ്യം സുരസഞ്ജയ ധനുജേന്ദ്ര സേവിത പദം സൂരഭമണിനിഭം പ്രണതോസ്മ്യഹം രാമം നീലക്കല്ലിന്റെ ശോഭയുള്ള സൂരഭമണിനിഭം പരതാരാർത്ഥ പരിവർജിത മനീഷിണാം പരപുരുഷ ഗുണഭൂരി സന്തുഷ്ടാത്മനാം പരലോകൈകഹിത നിരതാത്മനാം സേവ്യം പരമാനന്ദമയം പ്രണതോസ്മ്യഹം രാമം സ്മിതസുന്ദര വികസിത വക്രാംഭോരുഹം സ്മിതഗോചര അസിതാംബുദ കളേബരം സിത പങ്കജ ചാരു നയനം രഘുവരം ക്ഷിതിനന്ദനാവരം പ്രണതോസ്മ്യഹം രാമം ജലപത്രമുഖസ്ഥിത രവിമണ്ഡലം പോലെ സകല ചരാചര ജന്തുക്കളുള്ളിൽ വാഴും സകല ജലപാത്രൗഖ സ്ഥിത രവിമണ്ഡലം പോലെ പല പല പാത്രങ്ങളിൽ ആദിത്യ ഭഗവാൻ ജലത്തിൽ എങ്ങനെയാ കാണുന്നത്? എത്ര പാത്രത്തിൽ വെള്ളം വെച്ചാലും അതിലെല്ലാം ആദിത്യൻ അതിലെല്ലാം നോക്കുമ്പോൾ കാണാം. അതുപോലെ സകല ചരാചര ജന്തുക്കളുടെ ഉള്ളിൽ അങ്ങനെ വാഴുന്ന ഭഗവാനോട് അങ്ങനെയാണെന്ന് എല്ലാത്തിലും നമ്മളെല്ലാം പാത്രങ്ങളാണ്. എല്ലാ ജീവജാലങ്ങളിലും അങ്ങനെ ഈ പാത്രങ്ങളിലെല്ലാം ഭഗവാൻ ഉള്ളിലുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ ജലം ഒരുപാട് പാത്രം നിറച്ച് വെച്ചാലും അതിൽ നോക്കിയാലും ഇതിൽ നോക്കിയാലും ഈ സൂര്യഭഗവാനെ കാണാമല്ലോ. അതുപോലെയാണ് നമ്മുടെ ഉള്ളിൽ ഭഗവാൻ. എനിക്കങ്ങനെ പറയാൻ പറ്റുകൊണ്ടാണ് ഞാൻ വായിച്ചു പോകാന്ന് വെച്ചാൽ ഒട്ടും പറ്റുന്നില്ല. എന്നാലും മുടങ്ങാൻ വയ്യത്തോണ്ട് അങ്ങ് ഇടുന്നതാ മക്കളെ. ജലപാത്രമുഖ സ്ഥിത രവിമണ്ഡലം പോലെ സകല ചരാചര ജന്തുക്കൾ ഉള്ളിൽ വാഴും പരിപൂർണാത്മാനം അദ്വയം അവ്യയം ഏകം പരമം പരാപരം പ്രണതോസ്മ്യഹം രാമം വിധി മാധവ ശംഭുരൂപ ഭേദേന ഗുണത്രിതയ വിരാജിതം കേവലം വിരാജന്തം ത്രിദശമുനിജനസ്തുത അവ്യക്തമജം ക്ഷിതിജ മനോഹരം പ്രണതോസ്മ്യഹം രാമം മന്മത ശതകോടി സുന്ദര കളേഭരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മ കർമ്മ ആധാരം അപ്യനാധാരം നിർമ്മമം ആത്മാരാമം പ്രണതോസ്മ്യഹം രാമം. ഈ സ്തുതി കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി പത്രീന്ദ്രൻ തന്നോട് അരുളി ചെയ്തു മധുരമായി. ഭഗവാൻ സന്തോഷമായി. ഇത് നന്നായി നീട്ടിയൊന്നും ചൊല്ലാനൊന്നും ഒക്കത്തില്ല, മുറിഞ്ഞു പോണ സൗണ്ട്.
ഇങ്ങനെ ഭഗവാൻ പ്രസന്നനായി ജടായുവിനോട്. ജടായു ഇങ്ങനെ എല്ലാം സ്തുതിച്ചു. അസ്തുതേ ഭദ്രം ഗച്ഛ പദമേ വിഷ്ണു, അതായത് നീ വിഷ്ണുവായ എൻ്റെ പരമപദത്തെ പ്രാപിച്ചാലും, അസ്തുതേ ഭദ്രം ഗച്ഛ പദമേ വിഷ്ണു, പരമി സ്തോത്രം എഴുതിയും പഠിച്ചും കേട്ടും കൊണ്ടാൽ ഭക്തനായുള്ളവന് വന്നിടും മത്സാരൂപ്യം. ജടായുവിന് എങ്ങനെ കിട്ടിയോ അതുകൊണ്ട് ഇപ്പം നമ്മൾ സ്തുതിച്ച സ്തുതിപ്പ് ആര് ചൊല്ലിയാലും അവർക്ക് നമ്മൾ എഴുതുകയും അത് പഠിച്ച് അത് കേട്ടും കൊണ്ടാൽ ഭക്തനായുള്ളവന് വന്നിടും. നമ്മളൊരു ഭക്തനാണെങ്കിൽ മത്സാരൂപ്യം, ഇവിടെ ഭക്തിക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് മറ്റുള്ളതിനേക്കാൾ ഉപരി ഭഗവാന്റെ സാരൂപ്യവും മോക്ഷമൊക്കെ നമുക്ക് മുക്തിയൊക്കെ വേണമെങ്കിൽ നമുക്ക് സന്തോഷവും ഭക്തിയും സ്നേഹമായിട്ട് ഈശ്വരൻ അത്രത്തോളം ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചാൽ നമുക്കും സാരൂപ്യം ഉണ്ടാകും. അല്ലാതെ ഒന്നിനാലും മുക്തി ഭക്തിയിലേക്ക് മാത്രമേ മുക്തിയുള്ളൂ. അങ്ങനെ സാരൂപ്യം. പക്ഷേ ഇന്ദ്ര നിന്നെ പോലെ മൽപരായണനായാൽ, നിന്നെ പോലെ നമ്മളെപ്പോഴും ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ ഭഗവാനെ ഇങ്ങനെ പാരായണം ചെയ്താൽ, ഇങ്ങനെ രാമവാക്യം കേട്ടൊരു പക്ഷിശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചു പോയി. ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചുതേ. നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ, നിർമ്മലമായിരിക്കുന്ന ഭഗവാന്റെ രാമനാമം ചൊല്ലുന്ന ആര് ജനങ്ങൾ ആരുണ്ടോ അതുപോലെ ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചു. ആരാ? ഈ ജടായു. കബന്ധഗതി. പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ച് ഓരോ ദിശയെ സീതയെ കാണാകയാൽ സന്നധൈര്യേണ വനമാർഗെ സഞ്ചരിക്കുമ്പോൾ, ധൈര്യമൊക്കെ നശിച്ചിട്ട് അങ്ങനെ സഞ്ചരിച്ചപ്പോൾ രക്ഷോ രൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു. തൽക്ഷണം ഏവം രാമചന്ദ്രൻ അരുൾ ചെയ്താൻ, വക്ഷസീ വദനവും യോജന ബാഹുക്കളും, അത് ഒരു യോജന വീതം നീളമുള്ള കൈകൾ. വക്ഷസി വദനം, എവിടെ വദനം വക്ഷസി, വയറ്റിൽ വാ കൊണ്ടുവന്ന് വയറ്റിൽ വെച്ച് അതിൻ്റെ തല ഒരു ആരോ ഖണ്ഡിച്ചു. എന്നാലും മരിക്കത്തില്ല. മരണം ശ്രീരാമനെ കൊണ്ടേ ഉള്ളതൊരു വരം വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തല ഛേദിച്ചിട്ടും ബാക്കി സ്ഥലങ്ങളെല്ലാം ജീവിച്ചിരിപ്പുണ്ട്. അതാണ് ഒരു സത്വം എന്ന് പറയുന്നത്, ഒരു രൂപം. അതിനെ കണ്ട ഭയക്കും. തലയില്ല. വക്ഷസി അതായത് വയറ്റിലാണ് വായും ഒരു യോജന വീതം നീളമുള്ള കൈകളും വയറ്റിനകത്തുനിന്ന്. അങ്ങനെ ഇതിൽ വന്നേക്കുന്നത് ആ രൂപത്തിന്. വക്ഷസി വദനവും യോജന ബാഹുക്കളും, ഒരു യോജന നീളത്തിലുള്ള ബാഹുക്കളും, ചക്ഷുരാദികളും ഇല്ല. എന്തൊരു സത്വം, ചക്ഷുരാദികളൊന്നും ഇല്ല, കണ്ണും അതൊക്കെ ഇല്ല, തലയില്ല. അതുകൊണ്ട് ചക്ഷുരാദികളും ഇല്ല, എന്തൊരു സത്വമിതം. ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാം, ഭക്ഷിക്കും ഇപ്പോൾ ഇവൻ നമ്മെ എന്നറിഞ്ഞാലും. ഇത് കണ്ടാ നമ്മളെ ഭക്ഷിക്കുമെന്നാണ് തോന്നുന്നത്, അത് നീ അറിയൂ. പക്ഷിയും മൃഗവും അല്ല, എത്രയും ചിത്രം ഇത് പക്ഷിയുമല്ല മൃഗവുമല്ല. ഭക്ഷസി വക്രം കാലും തലയുമില്ലതാനും, രക്ഷസ് പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽ. ഈ രക്ഷസിനെ പോലെ ഇത് നമ്മളെ ഭക്ഷിക്കുന്ന മുമ്പേ തന്നെ നമുക്ക് രക്ഷ പ്രാപിക്കാം, കണ്ടീല നിരൂപിച്ചാൽ. തൽ ഭുജം, അതായത് ഇതിൻ്റെ ഭുജം, അതിൻ്റെ ഭുജം മധ്യസ്ഥന്മാരായത് കുമാര, നീ മധ്യസ്ഥനായി വയറിൻ്റെ അടുഭാഗത്തിരിക്കുകയാണ്. അതുകൊണ്ട് തൽഭുജ മധ്യസ്ഥന്മാരായ ഇത് കുമാര, നാം കൽപ്പിതം ധാതാവിനാൽ എന്തെന്നാൽ അത് വരും. നമ്മൾ ധാതാവിനാൽ എന്തെന്നാൽ അത് വരും കൽപ്പിച്ചാൽ. രാഘവനേവം പറഞ്ഞിടിനോരനന്തരം ആകുല അകന്നൊരു ലക്ഷ്മണനും ഉര ചെയ്താൻ. പോരും വ്യാകുലഭാവം എന്തിനെ വിചാരിപ്പാൻ, ഓരോരോ കരം ഛേദിക്കണം നാം ഇരുവരും. നമ്മൾ രണ്ടുപേരും കൂടെ, ഒരാളൊരു കരം ഛേദിക്കുമ്പോൾ മറ്റേ ആൾ വേറൊരു കരം ഛേദിക്കുക. രണ്ട് കരവും അങ്ങനെ നമുക്ക് ഒന്നിച്ച് രണ്ടുപേർ കൂടി ഛേദിച്ച് കളയാം. അത്ര നീളമുള്ളതായിട്ടൊക്കെ ഭയമുണ്ട്, അതുകൊണ്ട് ഛേദിക്കണം. തൽക്ഷണം ഛേദിച്ചിതു ദക്ഷിണഭുജം രാമൻ, അത് ദക്ഷിണം വലത്തെ കൈ രാമൻ ഛേദിച്ചു. ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാൻ അത് നേരം, അപ്പോൾ തന്നെ ഇടത്തെ കരം ലക്ഷ്മണന് ഛേദിച്ചു. രക്ഷോ വീരനും അതിവിസ്മയം പൂണ്ട് രാമ ലക്ഷ്മണന്മാരെ കണ്ട് ചോദിച്ചാൻ ഭയത്തോടെ. അപ്പോൾ സന്തോഷമായി ആ സത്വത്തിന്, ആ രൂപത്തിന്. മൽഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഭുവനത്തിൽ ആരുമുണ്ടായില്ല ഇതിൻ കീഴിൽ. ഇതുവരെ ഇദ്ദേഹത്തിന് കാര്യങ്ങൾ ഛേദിക്കാൻ ശക്തന്മാരാരും ഈ ഭൂമിയിൽ ഉണ്ടായില്ല. ഇതിന് കീഴിൽ അത്ഭുതകാരന്മാരാ നിങ്ങളാ ഇരുവരും. നിങ്ങൾ അത്ഭുതകരന്മാരാണ്. നിങ്ങൾ ആരാണ്? നിങ്ങൾ രണ്ടുപേരും സൽപുരുഷന്മാരെന്ന് കൽപ്പിച്ചിടുന്നേ ഞാൻ. നിങ്ങൾ എന്തായാലും നിങ്ങൾ സൽപുരുഷന്മാരാണെന്ന് എനിക്ക് മനസ്സിലായി.
ഘോര കാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണം എന്തു നിങ്ങൾ സത്യം ചൊല്ലുക വേണം. ഇത്തരം കബന്ധവാക്യങ്ങൾ കേട്ടൊരു പുരുഷോത്തമൻ ചിരിച്ചു ഉടൻ ഉത്തരം അരുൾ ചെയ്തു. കേട്ടാലും ദശരഥനാം അയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനഹം രാമൻ എന്നല്ലോ നാമം. സോദരനിവൻ മമ ലക്ഷ്മൺ എന്നു നാമം. സീത എന്നുണ്ട് മമ ഭാര്യയായൊരു നാരി. പോയിതു ഞങ്ങൾ നായാട്ടിന് അതുനേരം അതിമായാവി നിശാചരൻ കട്ടുകൊണ്ടങ്ങ് പോയാൻ. കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെ അതിഭീഷണ വേഷത്തോടും. ഞങ്ങൾ സീതയെ കട്ടുകൊണ്ടുപോയി ഒരു നിശാചരൻ ഞങ്ങൾ തിരക്കി നടന്നപ്പോൾ നിന്നെ കണ്ടത്. പാണികൾ കൊണ്ട് തവ വേഷിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ഛേദിച്ചിടിനെ കരങ്ങളും. പ്രാണികൾ കൊണ്ട് തവ ചേഷിതന്മാരാകുന്നതുകൊണ്ട് ഞങ്ങളുടെ പ്രാണന് വേണ്ടി ഞങ്ങൾ ഛേദിച്ചിടിനും കരങ്ങൾ. അതുകൊണ്ട് കൈ ഛേദിച്ചത് ഞങ്ങൾ ഭയന്നിട്ടാണ്, ഞങ്ങൾക്കുള്ള പ്രാണനെ ഓർത്തിട്ടാണ്. ആരടോ വികൃത രൂപം ധരിച്ചൊരു ഭവാൻ. അപ്പം ഭഗവാൻ ചോദിക്കുന്നത്, നീ ആരാ ഈ വികൃതത്തിൽ ഇത്രയും രൂപം ധരിച്ചിങ്ങനെ വന്നു നിൽക്കുന്നത്? നേരോടെ പറകുന്നു രാഘവൻ ചോദിച്ചപ്പോൾ സന്തുഷ്ടാത്മന പറഞ്ഞിടിനാൻ കബന്ധനും. നിന്തിരുടെ തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനഹം. നിന്തിരുടെ തന്നെ മുന്നിൽ ആമാറു കാണായി വന്നൊരു നിമിത്തമായി ഭഗവാനെ തേടി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ദിവ്യനായിരിപ്പൊരു ഗന്ധർവനഹം രൂപ യൗവന ദർപ്പിതനായി സഞ്ചരിച്ചിടുംകാലം. ഞാൻ ദിവ്യനായൊരു ഗന്ധർവനാണ്. എനിക്ക് യൗവനകാലത്ത് ഞാൻ ദർപ്പിതനായ അഹങ്കാരിയായി ഇങ്ങനെ സഞ്ചരിച്ച കാലത്ത് സുന്ദരീജന മനോധൈര്യവും ഹരിച്ച് അതിസുന്ദരനായൊരു ഞാൻ ക്രീഡിച്ച് നടക്കുമ്പോൾ, അഹങ്കാരപ്പെട്ട് നടന്നപ്പോൾ സുന്ദരീജന മനോധൈര്യമൊക്കെ ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് സഞ്ചരിച്ച് നടക്കുന്നു. അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചതു. അങ്ങനെ എന്താ പറയുക, ധിക്കാരിയായി, അതായത് ഇങ്ങനെ അഹങ്കാരിയായി നടന്നു. അപ്പോൾ അഷ്ടാവക്രനെ കണ്ടപ്പോൾ ഞാൻ അപഹസിച്ചു, എന്നുവെച്ചാൽ കളിയാക്കി. അപ്പോൾ രുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടിനാൻ. എന്നെ അങ്ങനെ ശപിച്ചു. ദുഷ്ടനായുള്ളൊരു നീ രാക്ഷസനായി പോകുന്ന ദുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിട. അങ്ങനെ ശപിച്ചു, നീ രാക്ഷസനായി പോകൂ. എന്നിട്ട് പിന്നെ സന്തോഷിച്ചിട്ട് ദുഷ്ടനായി പറഞ്ഞു, നിനക്ക് ശാപാനുഗ്രഹവും ഞാൻ നൽകാം. സാക്ഷാ ശ്രീ നാരായണൻ തൻ തിരുവടി തന്നെ മോഷതൻ ദശരഥപുത്രനായ ത്രേതായുഗേ വന്ന് അവതരിച്ചു. നിൻ ബാഹുക്കൾ അറുക്കുന്നാൾ വന്നിടുമല്ലോ ശാപമോഷവും നിനക്കടൂ. അങ്ങനെ നിനക്ക് ശാപമോഷം കിട്ടും. ത്രേതായുഗത്തിൽ ശ്രീരാമൻ അവതരിക്കുമ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ വന്നു ഛേദിച്ചു കൈകളപ്പോൾ അയാൾക്ക് സന്തോഷമായി. കൈകൾ തേച്ചെങ്കിലേ മോഷം കിട്ടും. അങ്ങനെ വരം കൊടുത്തേക്കുന്നത്. താപസ ശാപം കൊണ്ട് രാക്ഷസനായ ഒരു ഞാൻ താപേന നടന്നിടും കാലമങ്ങ് ഒരു ദിനം. ഞാനിങ്ങനെ രാക്ഷസനായിട്ട് താപേന ദുഃഖത്തോട് നടക്കുമായിരുന്നു കുറേ കാലം കൊണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ശതമന്യുവിന് പാഞ്ഞടുത്തേൻ അതിരുഷ. അതായത് ഇന്ദ്രനോട് ഞാൻ പാഞ്ഞങ്ങടുത്തു ഇന്ദ്രനെ. അപ്പോൾ ശതമന്യുവിനെ പാഞ്ഞ് അടുത്തേൻ അതിരുഷ ശതകോടിയാൽ തലയർത്തു ശതമഹൻ. ഞാനിങ്ങനെ ഇന്ദ്രൻ്റെ അടുത്തേക്ക് ഓടിപ്പാഞ്ഞ് ചെന്നു, എന്തെങ്കിലും ഭക്ഷിക്കാനായിരിക്കും. അപ്പോൾ ഈ ഇന്ദ്രൻ എന്ത് ചെയ്തു, എൻ്റെ തലയർത്തു. ശതകോടിയാൽ, അതായത് വജ്രായുധം കൊണ്ട് എൻ്റെ തലയർത്തു ഇന്ദ്രൻ. അങ്ങനെയാണ് തലയില്ലാതെ പോയത്. വജ്രമേറ്റിട്ടും മമ വന്നീല മരണം. അത് അബ്ജസംഭവൻ മമ തന്നൊരു വരത്തിനാൽ, അത് എനിക്ക് അബ്ജസംഭവൻ ഒരു വരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് വധ്യനല്ലായ മൂലം വൃത്തിക്കൂ. അതായത് അതുകൊണ്ട് ഞാൻ മരിച്ചില്ല. വധ്യനല്ല, മരിക്കാനത് മൂലം കൊണ്ട് എനിക്ക് വൃത്തിക്ക്, അതായത് നമ്മുടെ വയറ്റിന് ആഹാരം വേണമല്ലോ. വൃത്തിക്ക് മഹേന്ദ്രന് ഉത്തമാംഗത്തെ മമ കുഷിയിലാക്കിയിടിനാൻ. അങ്ങനെ എൻ്റെ വയറ്റിൽ ഇതെല്ലാം ആക്കി തന്നു. തലയില്ലല്ലോ, ആഹാരം കഴിക്കാൻ മരിക്കണമെങ്കിൽ ശ്രീരാമൻ തന്നെ വന്നേ പറ്റൂ. അതുകൊണ്ട് അപ്പം വധ്യന മരിക്കാഞ്ഞത് മൂലം വൃത്തിക്ക്, എൻ്റെ ശരീരത്തിന് ശക്തി വേണ്ടേ, ആഹാരമൊക്കെ വേണ്ടേ, അതിന് മഹേന്ദ്രനും ഉത്തമാംഗത്തെ മമ കുഷിയിലാക്കിയിടിനാൻ. എൻ്റെ വയറ്റിൽ ഇതെല്ലാം ചെയ്തു തന്നു. വക്രപാദങ്ങൾ മമ കുഷിയിലായ ശേഷം, ഈ വക്രവും പാദമൊക്കെ എൻ്റെ കുഷി വയറ്റിലായ ശേഷം ഹസ്തയുഗ്മം ഒരു യോജനായുധങ്ങളായി, ഒരു യോജനപോത്ര നീളത്തിൽ എൻ്റെ കൈകൾ അങ്ങനെ നീണ്ട് ആയി. ഹസ്തം കൈ രണ്ടും യുഗ്മം, ഹസ്ത രണ്ടും ഒരു ആയുധങ്ങളായി ഒത്തിരി ഒരു യോജന നീളം വന്നു. വർത്തിച്ചിടുന്നേൻ അത്ര വൃത്തിക്കു ശക്രാജ്ഞയ സത്വസഞ്ചയം മമ ഹസ്തമധ്യസ്ഥമായാൽ വക്രേണ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചേൻ ഇത്ര നാളും. ഉത്തമോത്തമ രഘുനായക ദയാനിധി. വന്യയും ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യാമാർഗമൊക്കെ ചൊല്ലിയിടുവൻ. അതുകൊണ്ട് എനിക്കിനി പിന്നെ
അതായത് ഇത്ര നാളും വർദ്ധിച്ചിടങ്ങാത്ത വൃത്തിക്ക് ശക്രാജ്ഞയ, അത് ഇന്ദ്രൻ്റെ ആജ്ഞ കൊണ്ട് ഞാനിങ്ങനെ ഇത്ര നാളും കഴിഞ്ഞു. ഇനി എനിക്ക് സത്വസഞ്ചയം മമ ഹസ്തമധ്യസ്ഥമായാൽ ഭക്തരുടെ പക്ഷി ഞാൻ വർദ്ധിച്ചതിന് ഇത്ര നാളും. ഇനി എനിക്ക് ഉത്തമോത്തമ ദേഹുനായക ദയാനിധി വന്നിയും ജ്വലിപ്പിച്ച് ദേഹവും ദഹിപ്പിച്ചാൽ, ഇനി എന്നെ ഒരു ചിത കൂട്ടി എന്നെ ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യാമാർഗം ഒക്കെ വെച്ച് ചൊല്ലിടും. സീത എവിടെയാണെന്നോ അതിൻ്റെ മാർഗം, അതിൻ്റെ വഴി ഞാൻ പറഞ്ഞു തരാം. എന്നെ അത് ദഹിപ്പിച്ചിട്ടേ പറ്റൂ. മേദിനി കഴിച്ച് അതിൽ ഇന്ധനങ്ങളും ഇട്ട് കുഴിച്ചതായിരിക്കും. ഇത് കഴിച്ചെന്നാണ് കിടക്കുന്നത്. മേദിനി എന്തായാലും കഴിക്കത്തില്ലല്ലോ. അപ്പം മേദിനി ഒന്ന് നിരത്തി ഒന്ന് കുഴിച്ചെങ്കിലല്ലോ തടികൾ വിറവിറക്കി വെക്കാൻ പറ്റുന്ന ദഹിപ്പിക്കുക. അപ്പം മേദിനി കുഴിച്ചെന്നായിരിക്കും. എന്തുവായാലും ഇത് കഴിച്ചെന്ന് കിടക്കുന്നു. മേദിനി കുഴിച്ച് അതിൽ ഇന്ധനം വിറകൊക്കെ ഇട്ട് വീതിഹോത്രനെ ജ്വലിപ്പിച്ച്, അതായത് തീ അഗ്നിയെ ജ്വലിപ്പിച്ചത് സൗമിത്രി ലക്ഷ്മണൻ അങ്ങനെ ചെയ്ത്. തത്രൈവ കബന്ധ ദേഹം ദഹിപ്പിച്ച നേരം ദേഹത്തിൽ നിന്നും ഉത്സ്ഥിതനായി കാണായി. അങ്ങനെ ആ ദേഹം ദഹിച്ചപ്പോൾ എന്ത് വന്നു? നിന്നങ്ങ് ഉത്സ്ഥിതനായി കാണായി, ഒരു ദിവ്യത്വം കാണായി. ദിവ്യ വിഗ്രഹത്തോട് മന്മഥ സമാനനായി സർവഭൂഷണ പരിഭൂഷിതനായ അന്നേരം. അപ്പോഴാണ് യഥാർത്ഥ ഗന്ധർവൻ്റെ രൂപം അങ്ങ് ആയി വന്നു. ഈ അഗ്നിയിൽ ഈ ചിത ഒക്കെ ചെയ്ത് ദേഹം ദഹിച്ചപ്പോൾ അതിൽ നിന്നൊരു ദിവ്യരൂപം ഗന്ധർവൻ. അത് ആദ്യമേ ഗന്ധർവൻ ആയിരുന്നല്ലോ, ഈ ശാപം കൊണ്ടല്ലേ ഇങ്ങനെ ആയത്. ദിവ്യ വിഗ്രഹത്തോട് മന്മഥ സമാനനായി അത്ര സുന്ദരനായിട്ട് സർവഭൂഷണ പരിഭൂഷിതനായ അന്നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്തിയ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം 3 ചെയ്ത് കൂപ്പി തൊഴുതു നിന്നു. പിന്നെ 3 വലം വെച്ച് തൊഴുത് മാന്യനാ ഗന്ധർവനു ആനന്ദ വിവശനായി കോൾമയർ കൊണ്ടു ഗൽഗതവാക്ഷര വാണികളാം അതായത് ഭഗവാനോട് അത്രമാത്രം വീണുടൻ നമസ്കാരം ചെയ്തിട്ട് ഗൽഗതത്തോട് സന്തോഷത്തും കൊണ്ട് കരഞ്ഞ്, അങ്ങനെ മാന്യന ഗന്ധർവൻ ആനന്ദ വിവശനായി കോൾമയർക്കൊണ്ട് ശരീരമൊക്കെ രോമാഞ്ചം കൊണ്ട് ഗൽഗതാക്ഷര വാണികളാം കോമളപാദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. അങ്ങനെ അദ്ദേഹം സ്തുതിക്കുക. നിന്തിരുവടിയുടെ തത്വം ഇത് ഒരുവർക്കും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാവതല്ലെന്നാകിലും നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു സന്തതം അന്ധത്വം കൊണ്ട് എന്തൊരു മഹാമോഹം. അതായത് അന്ധത്വം, അറിവില്ലായ്മ കൊണ്ട് എന്തൊരു മഹാമോഹം. അന്തവും ആദ്യമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കണം. ഈ ഗന്ധർവന്റെ ഉള്ളിൽ ഭഗവാൻ വസിക്കണം. സന്തതം അന്ധത്വം കൊണ്ട് എന്തൊരു മഹാമോഹം. അന്ധത്വം കൊണ്ടാണല്ലോ നമുക്ക് മോഹം വർദ്ധിക്കുന്നത്. അതുകൊണ്ടല്ലോ ഈ ശാപമൊക്കെ കിട്ടേണ്ടി വന്നത്. അത് അഹങ്കാരിച്ച് നടന്നപ്പം അതുകൊണ്ടാണല്ലോ ശാപം വന്ന് ഇങ്ങനെ ആയതുകൊണ്ട് അന്തവും ആദ്യമില്ലാതെ പരമാത്മാവായ പരബ്രഹ്മത്തെ അന്തരാത്മനി തെളിഞ്ഞ് എൻ്റെ ഉള്ളിൽ ഉണർന്ന് വസിക്കണം. അന്ധകാരങ്ങൾ അകന്ന് ആനന്ദം ഉദിക്കണം. ഇരുളുകളെല്ലാം പോയിട്ട് നമ്മളെ ഉള്ളിൽ ആനന്ദം ഉണ്ടാകണം. എങ്ങനെ ഉണ്ടാകണം? ഭഗവാനുള്ളിൽ വസിക്കണം. അതിന് വേണ്ടുന്ന സൽക്കർമ്മങ്ങളൊക്കെ അങ്ങനെ നന്മയായി ഭഗവാനെ പ്രാർത്ഥിച്ചപ്പോൾ ഇദ്ദേഹം പ്രാർത്ഥിക്കുക, ഭഗവാൻ അവൻ്റെ ഉള്ളിൽ വസിക്കണം. അന്ധകാരങ്ങൾ അകന്ന് ആനന്ദം ഉദിക്കണം. ബന്ധവും അറ്റ് മോക്ഷപ്രാപ്തി വരണം. ഇത് പ്രാർത്ഥിക്കുക ഭഗവാനോട് ഇദ്ദേഹം ഇങ്ങനെ ആകണേന്ന്. അവ്യക്തത അതിസൂക്ഷ്മമായൊരു ഭവദ്രൂപം സുവ്യക്ത ഭാവേന ദേഹദ്വയ വിലക്ഷണം. സ്ഥൂല സൂക്ഷ്മദേഹങ്ങളിൽ നിന്നും ഭിന്നമായതാണ് ദേഹദ്വയ വിലക്ഷണം. നാളെ ഇത്ര പോലും ഇനി പറയാൻ പറ്റും. ഇന്നലെ ഒത്തിരി ഇതുപോലെ അർത്ഥം പറഞ്ഞ് അലച്ചത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല. ദൃഗ്രൂപം ഏക ഇത് തുടങ്ങിയപ്പോൾ എനിക്ക് സൗണ്ടടപ്പ് വന്നത്. എനിക്കൊരു റേഷൻ പോലെ പറ്റുന്നുള്ളൂ, കുറേശ്ശേ പറ്റൂ. ഞരമ്പ് ഇങ്ങനെ ശക്തി കുറവാണ്, അതുകൊണ്ടാണ് ഈ വാദത്തിൻ്റെ. ദൃഗ്രൂപം ഏക അന്യ സകലം ദൃശ്യം ജഡം ദുർഗ്രാഹ്യം അനാത്മക ആകയാൽ അജ്ഞാനികൾ എങ്ങനെ അറിയുന്നു മാനസ വ്യതിരിക്തം മങ്ങിടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം ബുദ്ധ്യാത്മാഭാസങ്ങൾക്കുള്ള ഐക്യമായത് ജീവൻ ബുദ്ധ്യാദി സാക്ഷിഭൂതം ബ്രഹ്മമെന്നത് നൂനം നിർവികാര ബ്രഹ്മണി നിഖിലാത്മനി നിത്യേ നിർവിഷയാഖ്യേ ലോകമജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മദേഹം ഹൈരണ്യം അത് വിരാൾ പുരുഷൻ അതിസ്ഥൂലം ഭാവനാ വിഷയമായോന്നത് യോഗീന്ദ്രാണാം കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും. അത് കഴിഞ്ഞതും ഇപ്പം നടക്കുന്നതും ഇനി വരാൻ പോകുന്നതും ഹേതുനാം അഹം ഭേദുനാം മഹത്തത്വാദ്യാവൃത സ്ഥൂലദേഹേ ബ്രഹ്മാണ്ടകോശേ വിരാട് പുരുഷയെ കാണാൻ വന്നു. അതായത് ഈ ബ്രഹ്മാണ്ടമെല്ലാം വിരാട് പുരുഷനാണ്. ഭഗവാന്റെ ഓരോരോ അവയവങ്ങളാണ് ഈ ത്രിലോകം മൊത്തവും നിറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മൾ പാദാദി കേശാന്തവും കേശാദി പാദാന്തവും സ്തുതിക്കുമ്പോൾ വിരാട് പുരുഷനെ അങ്ങനെ നമുക്ക് ചിന്തിക്കാം.
ഈ ലോകം മൊത്തം നിറഞ്ഞിരിക്കുന്നത് ഭഗവാന്റെ ഓരോ അവയവങ്ങളാണ് ഇതിൽ പറയുന്നത്. ബ്രഹ്മാണ്ട കോശേ വിരാട് പുരുഷേ കാണാകുന്നു സന്മയമെന്ന പോലെ ലോകങ്ങൾ 14 ത്രിലോകങ്ങളെന്നും പറയാം. 14 ലോകവും ഭഗവാന്റെ വിരാട് പുരുഷന്റെ ആ അവയവങ്ങളാണ്. തുങ്കനാം വിരാട് പുമാനാകിയ ഭഗവാൻ തൻ്റെ അംഗങ്ങളല്ലോ 14 ലോകവും നൂനം. പാതാളം പാദമൂലം, അതായത് പാതാളം ഭഗവാന്റെ പാദമാണ്. കുതികാൽ പാർശ്വങ്ങൾ മഹാതലമാണ്. നാഥാതേ ഗുൽഭം രസാതലം, നരിയാണി രസാതലം, തലാതലം. ചാരു ജാനുക്കളല്ലോ കാൽമുട്ടുകൾ. സുതലം രഘുപതേ ഊരുകാണ്ഡങ്ങൾ, തുടക്കാമ്പുകൾ. തവ വിതലമതലവും. ഒരു 14 ലോകത്തിൻ്റെയും പേരാണ് വിതലം അതിലോ എന്നൊക്കെ ഉള്ളത്. അതിലൊക്കെ ഓരോരോ ഭഗവാന്റെ ശരീരാവയവങ്ങളെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിക്കുവാണ് ഈ ഗന്ധർവൻ. ജഘനം മഹീതലം, അത് അരക്കെട്ട്. നാഭിതേ നഭസ്ഥലം. രഘുനാഥോ ഉരസ്ഥലമായത് സുരലോകം. കണ്ഠദേശം തേ മഹർലോകം എന്നറിയണം. തുണ്ടമായ ജനലോകം എന്നത് നൂനം. മുഖം ജനലോകമാണ്. ശംഖദേശം തേ തപോലോകമങ് അതിൻ മീതേ പങ്കജയോനിവാസമാകിയ സത്യലോകം. ഉത്തമാകം തേ പുരുഷോത്തമാ ജഗൽ പ്രഭു. സത്താമാത്രക മേഘജാലങ്ങൾ കേശങ്ങളും. മേഘക്കൂട്ടങ്ങൾ എന്താണ്? മുടികൾ, കേശം. ശക്രാദി ലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ. ഇന്ദ്രനാണ്. ഇന്ദ്രാദി ലോകപാലങ്ങളെല്ലാം കൈകളാണ്, ഭുജങ്ങൾ, ഭഗവാന്റെ ഭുജങ്ങൾ, അതായത് വിരാട് പുരുഷന്റെ. ദിക്കുകൾ കർണങ്ങളും അശ്വികൾ നാസികയും. ദിക്കുകളൊക്കെ കർണം, ചെവി. അശ്വികൾ നാസികയും മൂക്ക്. വക്രമായത് വന്നി നേത്രം. ആദിത്യൻ തന്നെ ചിത്രം. എത്രയും മനസ്സായത് ചന്ദ്രനല്ലോ. അപ്പം ഓരോന്ന് പറയാം. ഭ്രൂഭംഗമല്ലോ കാലം ഭുക്തി. വാക്പതിയല്ലോ കോപകാരണം. അഹങ്കാരമായത് രുദ്രൻ. വാക്കെല്ലാം ഛന്ദസ്സുകൾ. ദംഷ്ടകൾ യമനല്ലോ, യമൻ കാലനാണ്. നക്ഷത്ര പങ്ക്തിയെല്ലാം ദ്വിജപങ്ക്തികളല്ലോ പല്ലുകൾ. ഹാസമായത് മോഹകാരിണി മഹാമായ. വാസന സൃഷ്ടി സ്തവാപാംഗ മോഷണമല്ലോ. വാസന സൃഷ്ടി സ്തവാപാംഗ മോഷണമല്ലോ. ധർമ്മം നിൻ പുരോഭാഗം, അധർമ്മം പൃഷ്ഠഭാഗം. ഉന്മേഷ നിമേഷങ്ങൾ ദിനരാത്രങ്ങളല്ലോ. സപ്തസാഗരങ്ങൾ നിൻ കുഷ്യദേശമല്ലോ. കുഷ്യദേശങ്ങളല്ലോ. സപ്തമാർദ്ദന്മാരും നിശ്വാസഗണമല്ലോ. നദികളെല്ലാം തവ നാടികളാകുന്നതും. പൃഥ്വീധരങ്ങൾ പോലെ അസ്ഥികളാകുന്നതും. വൃക്ഷാദ്യൗഷധങ്ങൾ തേ രോമങ്ങളാകുന്നതും. തൃഷനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും. വൃഷ്ടിയായിരുന്നവ രേതസെന്നറിയണം. പുഷ്ടമാം മഹീപതേ കേവല ജ്ഞാനശക്തി. സ്ഥൂലമായുള്ള വിരാൾ പുരുഷരൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാം മുക്തി. ഇതാരാണ് രാവിലെ നിത്യവും ധ്യാനിക്കുന്നത്? ഈ അവയവങ്ങളെല്ലാം ഇന്ന ഇന്ന ഭാഗങ്ങളും അതെല്ലാം ഓരോ ലോകങ്ങളാണെന്ന് പ്രാർത്ഥിക്കുന്നത് മുക്തി. നിന്തിരുവടി ഒഴിഞ്ഞില്ല കിഞ്ചന വസ്തു സന്തതം. ഈ ദൃഗ്രൂപം ചിന്തിച്ച് വണങ്ങുന്നീ. ഇക്കാലം അതിനേക്കാളും മുഖ്യമായിരിപ്പോന്നി കാണാകിയ രൂപം എപ്പോഴും തോന്നിയിടണം. ഇക്കാലം, ഈ സമയം, അതിൽക്കാളും, അപ്പോൾ അങ്ങനെയുള്ള കാലമാണ് ഇപ്പോൾ. അതുകൊണ്ട് ഈ കാലം അതിനേക്കാളും ചിന്തിക്കണം, അതിനേക്കാളും പ്രാർത്ഥിക്കണം. മുഖ്യമായിരിപ്പോന്ന് ഇത് കാണാകിയ രൂപം എപ്പോഴും തോന്നും. മറ്റേ കാലേനെ ഇപ്പോൾ ഈ വന്ന സമയം എപ്പോഴും ധ്യാനിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. താപസ വേഷം ധരാവല്ലഭം ശാന്താകാരം. ചാപേഷുകരം ജടാവർക്കല വിഭൂഷണം. കാനനെ വിഭിന്നന്തം ജാനകീ സലക്ഷ്മണം. മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവ സമം മാനസേ വസിപ്പതിൻ അഹം ചിന്തിക്കുന്നേൻ. ഭാനുവംശോത്ഭൂതനാം ഭഗവൻ നമോ നമ. സർവജ്ഞൻ മഹേശ്വരൻ ഈശ്വരൻ മഹാദേവൻ. സർവൻ അവ്യയൻ പരമേശ്വരിയോടും കൂടി നിന്തിരുവടിയെയും ധ്യാനിച്ചുകൊണ്ട് കാശ്യാം സന്തതം ഇരുന്ന് അരുളിടുന്നു മുക്തിയർത്ഥമായി. തത്രൈവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്ക് തത്വബോധാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം. രാമരാമേതി കനിഞ്ഞ് ഉപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം. പരമാത്മാവ് പരബ്രഹ്മം നിന്തിരുവടി പരമേശ്വരനായത് അറിഞ്ഞു വഴി പോലെ. മൂഢന്മാർ ഭവതത്വം എങ്ങനെ അറിയുന്നു? മൂടിപ്പോകയാൽ മഹാമായ മോഹ അന്ധകാരേ. രാമഭദ്രായ പരമാത്മനേ നമോ നമോ. രാമചന്ദ്രായ ജഗൽ സാക്ഷിണേ നമോ നമ. പാഹി മാം ജഗന്നാഥ പരമാനന്ദരൂപ. പാഹി സൗമിത്രി സേവ്യ പാഹി മാം ദയാനിധേ. നിൻ മഹാമായ ദേവി എന്നെ മോഹിപ്പിച്ചിടായ അംബുജ വിലോചന സന്നതം നമസ്കാരം.
ഇത്തം അർത്ഥിച്ച് ഭക്തിയാ സ്തുതിച്ചു ഗന്ധർവനോട് ഉത്തമ പുരുഷനാ ദേവനുമരുൾ ചെയ്തു. ഗന്ധർവനോട് പറയുന്നു, സന്തുഷ്ടനായേന്തവ സ്തുതിയാ നിശ്ചല ഭക്തിയ. അത്ത ഭക്തിയോടി എന്നെ സ്തുതിച്ചുകൊണ്ട് ഞാൻ സന്തുഷ്ടനായി. ഗന്ധർവശ്രേഷ്ഠ ഭവാൻ മൽപദം പ്രാപിച്ചാലും, എൻ്റെ പദം ഭഗവാൻ ചേർന്നാലും സ്ഥാനം മേ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്ക നീ മൽ പ്രസാദത്താലടോ, എൻ്റെ പ്രസാദത്താൽ നീ പരമാനന്ദം പ്രാപിക്കുക. അത്രയും അല്ല, പുനരൊന്ന് അനുഗ്രഹിപ്പാൻ ഞാൻ ഈ സ്തോത്രം ഭക്തിയാ ജപിച്ചിടുന്ന ജനങ്ങൾക്കും, ഈ സ്തോത്രം ഇത്രയും അല്ല ചെയ്യുന്നത്, ഈ സ്തോത്രം ഭക്തിയാ ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടും, ഇല്ല സംശയമേതും. ഭക്തനാം നിനക്ക് അധപ്പതനം ഇനി വരാ, ഇനി ഒരു അധപ്പതനം നിനക്ക് വരത്തില്ല. ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ട് ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതു ചൊല്ലിയടി ഞാൻ. മുമ്പിലാമാറു കാണാം മതങ്കാശ്രമം തത്ര. ഇപ്പം ഇത് കഴിയുമ്പം പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞില്ലേ, സീതയുടെ കണ്ടുപിടിക്കാനുള്ള വഴി, അതിൻ്റെ മാർഗം, അതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കാം. അഗ്നി കൂട്ടി എന്നെ ചിതയിലിട്ട് ദഹിപ്പിച്ചതിന് ശേഷം ഞാൻ അതാണ് ഇപ്പം പറയുന്നത്. ഇങ്ങനെ സ്തുതിച്ചിപ്പം ചിതയിലൊക്കെ ശരീരമൊക്കെ കളഞ്ഞിട്ടാണ് ദഹിച്ചതിന് ശേഷമാണ് ഇതൊക്കെ സ്തുതിക്കുകയും പറയുന്നത്. അവർക്ക് തങ്ങളെ കാണാം ഭഗവാന്. അങ്ങനെ ഇപ്പം പറയും മുമ്പിലാമാർ കാണാം. അപ്പം ഭഗവാന്റെ മുമ്പിലോട്ട് ചെല്ലുമ്പോൾ കാണാം മതങ്കാശ്രമം, ഒരു ആശ്രമം കാണാം. മുമ്പോട്ട് നടക്കുമ്പോൾ സമ്പ്രതി വസിക്കുന്നു ശബരി തപസ്സിനി. ശബരി എന്ന് പറയുന്ന തപസ്സിനി അവിടെ വസിക്കുന്നുണ്ട്. തോൽ പാദാംബുജ ഭക്തി കൊണ്ട് ഏറ്റവും പവിത്രയാം എപ്പോഴും ഭവാനെ ധ്യാനിച്ച് വിമുക്തയായിട്ട് എല്ലാം ത്യജിച്ച് മുക്തയായിട്ട് അവിടെ എല്ലാം ത്യജിക്കുന്നതാണ് വിമുക്തയായി. അവളെ ചെന്ന് കണ്ടാൽ വൃത്താന്തം ചൊല്ലും. അവൾ അവനീ സുത തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ അവൾ സീതയെ നിങ്ങൾക്ക് ലഭിക്കും. എല്ലാവരും പറഞ്ഞു തരും. ഇവർക്ക് ദിവ്യദൃഷ്ടിയുള്ളവരായതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ശബരി ആശ്രമ പ്രവേശനം, അവർ ശബരിയുടെ അടുക്കിലേക്ക് പോവുകയാണ്, ആശ്രമത്തിലേക്ക്. തോന്നിയുണ്ടോ? എനിക്ക് സൗണ്ട് ഒട്ടും പറ്റുന്നില്ല. എല്ലാവർക്കും മനസ്സിലാവുന്നു മക്കളെ? എന്താ ഇങ്ങനെ മതിയൊക്കെ? അല്ലെങ്കിൽ ഇപ്പം എന്ത് ചെയ്യും? ഇത് ഇങ്ങനെയൊക്കെ മതി, നമ്മളെ കൊണ്ടൊക്കെ ചെയ്യുക, അത്രയല്ലേ പറ്റൂ. അങ്ങനെ ഒരു ശബരി ആശ്രമത്തിൽ പോകുമ്പം ഭക്തിയായിട്ടിരിക്കുന്ന ശബരിയാണ്, തപസ് കഴിക്കുന്ന. അങ്ങനെ ഭഗവാനെ കണ്ട് യാത്രയാവാനായിട്ട് ഈ ശബരിയുടെ ഗുരു പറഞ്ഞിട്ടാണ് ഇവിടെ കഴിയൂ, ഈ ഭഗവാൻ ഇവിടെ വരും, അപ്പം മോക്ഷം കൊടുക്കുമെന്ന്. അങ്ങനെയാണ് അവരവിടെ കഴിയുന്നത്. അവരുടെ കൂടെ ഉള്ളവരെല്ലാം മോക്ഷം പ്രാപിച്ച് പോയി, ഗുരുക്കന്മാരൊക്കെ. നമുക്കത് വായിക്കാം. ഗന്ധർവൻ ഏവൻ ചൊല്ലി മറഞ്ഞു ഒരനന്തരം. അങ്ങനെ ഗന്ധർവൻ ഇതൊക്കെ പറഞ്ഞിട്ട് മറഞ്ഞു. സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാം വനത്തോടെ മന്ദമന്ദം പോയി ചെന്ന് ചാരുത ചേർന്ന അത്ര ഭംഗിയുള്ള ശബര്യാശ്രമം അകമ്പുക്കാർ സംഭ്രമത്തോടും പ്രത്യുദ്ധായ താപസി ഭക്തിയാ സമ്പതിച്ചിതു പാദാംഭോരുക യുഗ്മത്തിങ്കൽ. അതായത് ഭഗവാന്റെ പാദത്തിൽ വീണ് സമ്പതിച്ച് വീണ് പ്രത്യുദ്ധായ ഇരുന്നിടത്തുനിന്ന് അവരെഴുന്നേറ്റ് ചെന്ന് ഭഗവാന്റെ പാദത്തിനോട് നമസ്കരിച്ചത് ഈ ശബരി ശ്രീരാമന്റെ സന്തോഷപൂർണ്ണ അശ്രു നേത്രങ്ങളോട് അവള് ആനന്ദം ഉൾക്കൊണ്ട് പാദ്യാർഘ്യ ആസനാദികളാലേ പൂജിച്ചു. തൽപാദ തീർത്ഥ അഭിഷേകവും ചെയ്തു. ഭോജനത്തിന് ഫലമൂലങ്ങൾ നൽകിയിടിനാൾ. ആഹാരത്തിന് പഴങ്ങളൊക്കെ കൊടുത്തു. ഫലങ്ങൾ വെച്ചാൽ പഴവർഗ്ഗങ്ങളൊക്കെ കൊടുത്തു. പൂജയും പരിഗ്രഹിച്ച് ആനന്ദിച്ചിരുന്നിതു രാജീവനേത്രന്മാരാം രാജനന്ദനന്മാരും. അന്നേരം ഭക്തി പൂണ്ട് തൊഴുതു ചെന്നാൾ അവൾ. ഭക്തി പൂണ്ട് തൊഴുതിട്ട് പറയുന്നു, ധന്യയായി വന്നേൻ അഹം ഇന്നു പുണ്യ അതിരേകാൽ. അത്രമാത്രം ധന്യയായി. എന്താ ഭഗവാനെ കണ്ടില്ലയോ? എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ച് അനേകായിരത്താണ്ട് വാണാർ. എൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വായിച്ചിട്ട് നേരത്തെ വായിച്ച് നോക്കി, മനസ്സിൽ വായിച്ചാൽ എനിക്ക് ഉറക്കം വായിക്കാൻ പറ്റില്ലല്ലോ, സൗണ്ട് ഇല്ല. അങ്ങനോട് വായിച്ചവന് ഇത്രപോലും പറയാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഇടണ്ടെന്ന് കരുതിയെങ്കിൽ ഒന്നിച്ചിരുന്ന് വായിച്ചിട്ടു. അപ്പോൾ എന്തു പറയുന്നത്, ഗുരുഭൂതന്മാരൊക്കെ മുനിജനങ്ങൾ ഭഗവാനെ പൂജിച്ച് അനേകായിരത്താണ്ട് വാണിട്ട് അന്ന് ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരിക്കുകയായിരുന്നു. ഈ ഗുരുഭൂതന്മാരെയൊക്കെ ഞാൻ ശുശ്രൂഷ അവരുടെ ദാസിയായിട്ട് എല്ലാ അവർക്ക് വേണ്ട സേവിച്ച് നിന്നതായിരുന്നു. അന്ന് ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നതു. പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാൽ അവരൊക്കെ ബ്രഹ്മപദം പ്രാപിച്ചു പോയി. അവർ നല്ല ഭക്തന്മാരും മുനികളും, അതായത് അത്രമാത്രം ഗുരുഭൂതന്മാരായിരുന്നു. എന്നോട് ചൊന്നാൽ അവരേതുമേ ഖേദിക്കണ്ട. അവരൊക്കെ പോകുമ്പോൾ ഇവരൊറ്റയ്ക്കല്ലേ, എല്ലാവരും അങ്ങ് പോയില്ലേ, അതുകൊണ്ട് ഖേദിക്കണ്ടെന്ന് അവർ പറഞ്ഞിട്ടാ പോയത്.
എന്നോട് ചൊന്നാൽ അവരേതുമേ ഖേദിയാതെ ധന്യേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം ഇവിടെ തന്നെ കഴിഞ്ഞാൽ മതി. അവർക്ക് ജ്ഞാനദൃഷ്ടിയുണ്ട് ഈ ഗുരുഭൂതന്മാർക്ക്. അവർ പറഞ്ഞനുസരിച്ച് ഇവരുടെ എന്താ പന്നകശായി പരൻപുരുഷൻ പരമാത്മാവ് വന്ന് അവതരിച്ചതു രാക്ഷസ വധാർത്ഥമായി. കാരണം രാക്ഷസനെ വധിക്കാനായിട്ട് വന്ന് അവതരിച്ച് അപ്പോൾ നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചു കൊള്ളുവാൻ ഇപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിൽ വന്നിരിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ടാണ് അവർ പോയത്. വന്നിട്ട് ഇവിടേക്ക്, അതായത് ശബരിയെ കാണാൻ ഇവിടേക്ക് വരും രാഘവൻ. എന്നാൽ അവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ ഭഗവാൻ ശ്രീരാമൻ ഭഗവാനെ കണ്ട് ദേഹത്യാഗം ചെയ്യൂ, അതുവരെ ഇവിടെ കഴിയണം എന്നെല്ലാം പറഞ്ഞിട്ടാണ് അവർ ബ്രഹ്മപദം പ്രാപിച്ചത്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? വന്നിടും എന്നാൽ മോക്ഷം നിനക്കും എന്നൊന്നും അങ്ങനെ ഭഗവാൻ വന്ന് നിനക്ക് മോക്ഷം തരും അങ്ങനെ പറഞ്ഞിട്ടാണ് ഇവിടെ ഇരുന്നെന്ന് അവർ പറയുന്നത്. ഭഗവാനോട് പറഞ്ഞു. ശ്രീരാമനും ലക്ഷ്മണനോടെ കൂടെ ഇത് പറഞ്ഞു കൊടുത്തു. വന്നിത് ഔവണ്ണ ഗുരുഭാഷിതം സത്യമല്ല. അയ്യോ, അങ്ങനെ എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞ ഭാഷിതം ആ വാക്ക് സത്യമായല്ലോ, ഇപ്പം ഭഗവാൻ നേരിട്ട് വന്നല്ലോ എന്ന് അവർ സന്തോഷമായിട്ടിരിക്കുന്നു. നിന്തിരുവടിയുടെ വരവും പാർത്ത് പാർത്ത് നിന്തിരുവടിയെയും ധ്യാനിച്ച് വസിച്ചു ഞാൻ. അങ്ങനെ ഭഗവാൻ വരുന്ന വരവും ഞാൻ എപ്പോഴാ വരുന്നവരോട് പാർത്ത് ഞാനിങ്ങനെ ധ്യാനിച്ചിരിക്കുമായിരുന്നു. ശ്രീ പാദം കണ്ടുകൊള്ളുവാൻ മൽഗുരു ഭൂതന്മാരാം താപസന്മാർക്ക് പോലും യോഗം വന്നില്ലയല്ലോ. താപസന്മാർക്ക് പോലും ഭഗവാന്റെ ഈ പിന്നെ യോഗ ഭഗവാനെ കാണാൻ ശ്രീപാദം ഭഗവാന്റെ പാദം കാണുവാനുള്ള യോഗം ഗുരുഭൂതന്മാർക്ക് പോലും വന്നില്ല. അവർ ജ്ഞാനദൃഷ്ടിയോടെ കണ്ടുപോകും, ഭഗവാൻ പരമപദം പ്രാപിക്കും. പക്ഷെ ഇവിടെ നേരിട്ട് ശബരി കണ്ട് എന്താ ഭക്തി എങ്ങനെയാ? ഭക്തി വളരെ പ്രത്യക്ഷപ്പെട്ട് കാണിക്കും, അനുഭവം കൊണ്ട് പറയുന്നതാ. അപ്പോൾ എന്ത് വരും? യഥാർത്ഥമായ ജ്ഞാനം വേണം. എങ്ങനെയാ? ഭഗവാനുള്ള ഭക്തി മാത്രം മതി. ഭക്തിയിലങ്ങ് മുഴുകാമോ? അത് ഹൃദയശുദ്ധി വളർക്കാൻ അങ്ങനെ പറ്റും. അപ്പോഴാണല്ലോ സാക്ഷാത്കരിക്കുന്നത്, ഭഗവാനെ നേരിട്ട് പ്രത്യക്ഷമാകും. അതുപോലെ ഇവിടെ നിന്തിരുടെയും ധ്യാനിച്ച് വസിച്ചു ഞാൻ ശ്രീപാദം കൊണ്ടുകൊള്ളുവാൻ മൽഗുരു ഭൂതന്മാരാ താപസന്മാർക്ക് പോലും യോഗം വന്നില്ലയല്ലോ. ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢയാണ് ഞാൻ. ഇതിനൊട്ടും അധികാരിണി അല്ലല്ലോ, ഞാൻ ഇതിനൊരു അധികാരിയും അല്ല. എനിക്കിത് കാണാനുള്ള യോഗം, ഞാൻ വേറൊരു മൂഢയാണ്, എനിക്ക് അറിവില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എത്ര അറിവില്ലെങ്കിലും എന്ത് വേണം? ഭക്തി വേണം. അതാണ് ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢയാണ് ഞാൻ. നീചജാതിയുള്ളതാണ് അത് ഹീനജാതി. അല്ല ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ഒന്നും അല്ല. ഞാൻ ഇതിനൊട്ടും അധികാരിണിയും അല്ലല്ലോ, എനിക്കിതിനുള്ള അവകാശം പോലും ഉള്ളതല്ല ഭഗവാനെ കാണാൻ. വാങ് മനോ വിഷയമല്ലാതൊരു ഭഗവദ്രൂപം, വാക്കുകൊണ്ട് മനസ്സുകൊണ്ടും ഗ്രഹിക്കാൻ സാധിക്കാത്ത ഭഗവാന്റെ ആ ഭഗവദ്രൂപം കാണുവാനും അവകാശം വന്നത് മഹാഭാഗ്യം. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ വർണ്ണിക്കാവുന്നതല്ല, ഗ്രഹിക്കാവുന്നതല്ല ഭഗവാന്റെ ഈ രൂപം. അത് ഇപ്പോൾ സാക്ഷാത്കരിച്ചു കാണുവാൻ അവകാശം വന്നു. എന്ത് ഭാഗ്യം, മഹാഭാഗ്യം. തൃക്കഴലിനെ കൂപ്പി സ്തുതിച്ചു കൊള്ളുവാനും ഈ ഉൾക്കമലത്തിൽ അറിയപ്പോകാതെ എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ എനിക്ക് തൃക്കഴലിനെ കൂപ്പി സ്തുതിക്ക് കൊള്ളുവാനുള്ള അറിവ് പോലും എൻ്റെ ഉൾക്കമലത്തിൽ ഇല്ല ദയാനിധേ. അതാണ് എൻ്റെ ഒരു അറിവും വേണ്ട, ഭക്തി മതി. രാഘവൻ അത് കേട്ട് ശബരിയോട് ചൊന്നാൻ ആകുലം കൂടാതെ ഞാൻ പറയുന്നത് കേൾനീ, ഒരു വിഷമവും വേണ്ട, ഞാൻ പറയുന്നത് കേൾക്കൂ ശബരി. പുരുഷ സ്ത്രീ ജാതി നാമ ആശ്രമാദികളല്ല. പുരുഷനോ സ്ത്രീയോ നാമമോ ആശ്രമാദികളോ ഒരാശ്രമം കുട്ടി അവിടെ ഇരുന്നെന്ന് കരുതിയോ? അല്ല. കാരണം മമ ഭജനത്തിന് ജഗത്രയെ, ഈ ജഗത്രയത്തിൽ എന്നെ ഭജിക്കാൻ മമ ഭഗവാനെ ഭജിക്കുന്നതിന് ഭക്തി ഒന്നൊഴിഞ്ഞു മറ്റില്ല. കാരണം ഏത് ഒരു കാരണം അല്ലാതില്ല. ഇവിടെ ആശ്രമവും വേണ്ട, അത് യാഗവും വേണ്ട, ദാനധർമ്മങ്ങളോ ഒന്നും തന്നെ വേണ്ട. എന്ത് വേണം? ഭഗവാൻ ചേരാനേ ഭക്തി. അതൊഴിഞ്ഞ് മറ്റില്ല ഒരു കാരണവും. മുക്തി വന്നിടുവാനും ഇല്ല മറ്റൊന്നുകൊണ്ടുമല്ല. നമുക്ക് മുക്തി വേണമെങ്കിൽ ഭഗവാൻ ലയിച്ച് ചേരുക, ഒന്നാവും. ആ ഒന്നാണെന്നുള്ളതാണ് അത് സംഭവിക്കുന്നത്. ഭക്തി വരുമ്പോൾ നമുക്ക് ഒന്നാവാൻ പറ്റും. ആ ഒന്നിൽ കൂടിയാണ് അത് ഒന്നാകുന്നത്. അപ്പോഴാണ് ചേരുക. അതാണ് മോക്ഷം, അല്ല മറ്റൊന്നുമല്ല. അവിടെ യാഗോ മറ്റെന്തെങ്കിലും ചെയ്യുന്ന കരുതിയിട്ടോ തീർത്ഥാടനത്തിൽ പോയെന്നിട്ടോ ഇത് ചേരാൻ പറ്റത്തില്ല. ഭക്തിയിൽ മുഴുകിയാണ് ഭഗവാനിൽ ചേരുന്നത്, പ്രാർത്ഥനയിൽ കൂടി, സജ്ജന സംസർഗത്തിൽ കൂടി. അതാണ് ഈ പറഞ്ഞിട്ടുള്ള സമയം പോലെ ദൈവമേ. ഭക്തി ഒന്നൊഴിഞ്ഞ് മറ്റില്ല. കാരണം ഇത് ഇങ്ങനെയുള്ളവരും എനിക്ക് സമയം പോണെന്ന് അറിയത്തില്ല, ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. മുക്തി വന്നിടുവാനും ഇല്ല മറ്റേതും ഒന്നും. തീർത്ഥ സ്നാനാദി തപോ ദാന വേദ അധ്യയനം ക്ഷേത്ര ഉപവാസ യാഗാദി അഖില കർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരുത്തനും കണ്ടു കിട്ടുകയില്ല. കാണണമെങ്കിൽ ഭക്തി വേണം. അതാണ് ഇതിനനുസരിച്ച് താമസിച്ചാലും വീട്ടിലൊക്കെ അറിയട്ടെ. തീർത്ഥം നമ്മൾ കുളിച്ചുവിടാനൊക്കെ തീർത്ഥങ്ങളാടാൻ എല്ലായിടമൊക്കെ പോകത്തില്ലേ? അപ്പോൾ നമ്മളെങ്ങനെ ഭക്തി വർദ്ധിക്കുന്നുണ്ടോ? അവരൊക്കെ പോയി കണ്ടിട്ട് വരാനല്ലേ പറ്റൂ.
അമ്പലത്തിൽ പോയപ്പോൾ അന്നത്തേക്ക് ഒന്ന് തൊഴും, പക്ഷേ ഈശ്വരനോട് ചേരാൻ പറ്റുമോ? അത് പ്രാർത്ഥനയിലും നമ്മുടെ ഭക്തിയിലാണ് വരുന്നത്. അതുകൊണ്ട് തീർത്ഥ സ്നാനാദി തപസ് എത്രമാത്രം ധ്യാനിച്ചിങ്ങനെ ഇരുന്ന് പറയാൻ പറ്റുമോ? എത്രയോ യോഗ ചെയ്യുന്നവരുണ്ട്, അവരെ ധ്യാനിച്ചിരിക്കല്ലേ, കാണുന്നുണ്ടോ? എത്രയോ വർഷം കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ തപോ ദാനം, എന്തെല്ലാം ദാനം ചെയ്താലും ഇതൊക്കെ വേണ്ടെന്നല്ല, അതൊക്കെ ചെയ്യണം. പക്ഷേ അതുകൊണ്ടൊന്നും വേദ അധ്യയനം ഇതൊക്കെ പഠിച്ചത് കൊണ്ടാവത്തില്ല, നമ്മൾ പ്രവൃത്തി കൊണ്ടുവരണം. അപ്പോൾ ഈ വേദാധ്യയനങ്ങൾ, ഇങ്ങനെയുള്ള പുരാണ ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് എത്രത്തോളം പഠിച്ചെന്ന് കരുതി കിട്ടത്തില്ല. വേദാധ്യയനം ക്ഷേത്രോ ഉപവാസം, ക്ഷേത്രത്തിൽ പോയിരുന്ന് പട്ടിണിയിരുന്ന് പ്രാർത്ഥിച്ച് ഉപവാസം ചെയ്താലും ഉപവാസ യാഗാദ്യാഖില, എത്രമാത്രം യാഗം ചെയ്താലും അങ്ങനെയുള്ള കർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരുത്തനും കണ്ടു കിട്ടുകയില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്താലും ഈശ്വരനെ കാണാൻ പറ്റത്തില്ല. ഭഗവാനെ കാണണമെങ്കിൽ എന്ത് വേണം? എന്നെ മൽഭക്തി ഒഴിഞ്ഞ് ഒന്നുകൊണ്ട് ഒരു നാളും ഭക്തി സാധനം സംക്ഷേപിച്ച് ഞാൻ ചൊല്ലിടുവാൻ ഉത്തമേ, കേട്ടുകൊൾ, മുക്തി വന്നിടുവാനായി. അപ്പോൾ ഭക്തി സാധനം, ഭക്തി കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഇത് ഭഗവാനെ കാണാൻ പറ്റത്തില്ല. ഭക്തി വരുമ്പോൾ നമ്മുടെ ഹൃദയശുദ്ധി ഉണ്ടാവും. ഭക്തി വർദ്ധിച്ച് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിലങ്ങ് ആനന്ദവും നിറഞ്ഞ് കൃപയെങ്ങനെ വന്ന് ഒഴുകി ഒഴുകി വരുന്നതാണ് നമുക്ക് ചേർച്ച, ആ ഒരു അനുഭൂതി. അത് വരുമ്പോഴാണ് നമുക്ക് ഭഗവാനെ പ്രത്യക്ഷത്തിൽ കാണും. പിന്നെ എന്നും നമ്മൾക്ക് ഇത് തന്നെ, ഈശ്വരനെ ഒന്ന് കണ്ടാൽ മതി, പിന്നെ നമുക്ക് മുഴുകാം, എപ്പോഴും ആനന്ദിച്ചിരിങ്ങനെ ലഹരി കൊണ്ടിരിക്കാം. അങ്ങനെ ഭഗവാൻ പറഞ്ഞു, ഭക്തി സാധനം സംക്ഷേപിച്ച് ഞാൻ ചൊല്ലിടുവാൻ ഉത്തമേ, കേട്ടുകൊള്ളുക, മുക്തി വന്നിടുവാനായി എന്താ വേണ്ട? മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം. ഇതൊക്കെ ഭക്തി വർദ്ധിക്കുന്നത്. ഇപ്പം ഈ പറഞ്ഞത് നിങ്ങൾ കേൾക്കുമ്പോൾ ശരിയാ എന്ന് നിങ്ങൾക്ക് തോന്നത്തില്ലേ? അപ്പം നിങ്ങൾക്ക് അയ്യോ ഭഗവാനെ എനിക്കിതിങ്ങനെ ആവണം എന്ന് ഭക്തിയുള്ളവർക്ക് തോന്നത്തില്ലേ? അപ്പോൾ സജ്ജന സംഘം നല്ലതല്ലേ? ഇപ്പം ഇതിപ്പോൾ യൂട്യൂബ് ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ കേൾക്കുന്നു, ഞാൻ ഇങ്ങനെ പറഞ്ഞതല്ലേ, ഒരുപാട് പേര് പറഞ്ഞ് കേൾക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കുത്തിരിക്കത്തല്ലേ ഉള്ളൂ, എന്തെങ്കിലും നമ്മൾ അറിയുന്നുണ്ടോ? അപ്പോൾ മുക്തി സാധനത്തിന് സജ്ജന സംഘം, പിന്നെ മൽകഥ ആലാപം. എന്താ? ഭഗവാന്റെ കഥകൾ പറഞ്ഞ് എങ്ങനെയാ എന്തെല്ലാം ഭഗവാന്റെ കീർത്തി വർദ്ധിപ്പിക്കാം, ഭഗവാനെ സ്തുതിക്കാം, വന്ദിക്കാം, നന്ദി പറയാം, ഭഗവാന് വേണ്ട നാമസ്തുതികൾ ഇങ്ങനെ ആലാപനം ചെയ്യാം. അങ്ങനെ മൽകഥ ആലാപം. രണ്ടാം സാധനം എന്താ? രണ്ടാം സാധനം വൈരാഗ്യമാണ്. ഈ പ്രപഞ്ചത്തിലെ ഈ ലോകചിന്തയായിട്ടുള്ള ഇത് വേണ്ട എന്നുള്ളൊരു വൈരാഗ്യം. ഈ ഇന്ദ്രിയങ്ങളെ അടക്കം നമുക്ക് ഇന്നത് വേണം, ഇന്നത്തെ പോകണം, അങ്ങനെ ആഗ്രഹങ്ങളിൽ കിടന്നാൽ ഇത് വരത്തില്ല. ഇതിനെ തള്ളി കളഞ്ഞെങ്കിലേ നമുക്ക് ഭക്തി ഉണ്ടാകത്തുള്ളൂ, ഭഗവാനുള്ള ചേർച്ച വരത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് എപ്പോഴും ഇന്ന് നാളെ നേരത്തെ എവിടെ പോകണം, എന്തൊക്കെ ഉണ്ടാകും, ഇന്ന് ചിന്തയായ എങ്ങനെ വരും? അതുകൊണ്ട് രണ്ടാം സാധനം. മൂന്നാമതും മൽ ഗുണേരണം, പിന്നെ എന്താണ് മൽ ഗുണേരണം? എൻ്റെ ഗുണങ്ങളെ കീർത്തിക്കുക, ഭഗവാന്റെ നന്മകളെ. എന്താണ് ഭഗവാൻ നമുക്ക് അതിനെ കീർത്തിക്കുക? മത് വാചോ വ്യാഖ്യാതൃത്വം, അത് എൻ്റെ വാക്കുകളെ വ്യാഖ്യാനിക്കുക. നമ്മളിതൊക്കെ വ്യാഖ്യാനങ്ങളാണ്. ഇത് നമ്മളൊക്കെ ഒക്കെ നടക്കുക, നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ വ്യാഖ്യാനിക്കണം. അത് ഭക്തി ഉണ്ടാകും. ഭഗവാന്റെ കഥയല്ലയോ ഈ പറയുന്നത്? ഞാനിപ്പോൾ ഈ പറയുന്നത് ഭഗവാന്റെ കഥകളല്ലേ, ഭഗവാനെ പറ്റി ഞാൻ വർണ്ണിക്കുമല്ലേ, അത് എത്ര ഭക്തി ഉണ്ടാകുന്നതാണെന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ചെയ്യണം. മൽ ഗുണോരണം, പിന്നെ മത് വചോ, ഭഗവാന്റെ വാക്കുകൾ വ്യാഖ്യാനിക്കണം. എന്നിട്ട് മൽകുല ജാത ആചാര്യ ഉപാസന അഞ്ചാമത്. അതായത് ഭഗവാന്റെ കുലത്തിൽ എൻ്റെ കുല അംശങ്ങളിൽ ജനിച്ച ആചാര്യന്മാരെ ഉപാസിക്കുക. അതായത് ഭഗവാന്റെ ഭക്തന്മാരെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഉള്ളവരെ, ഭഗവാന്റെ കുലം എന്ന് പറഞ്ഞാൽ ഭക്തന്മാരെല്ലാം നമ്മളെ ഭക്തിയാണെങ്കിൽ ഭഗവാനോട് ചേർന്നവർ, അങ്ങനെ ഭക്തന്മാരെയൊക്കെ എന്ത് ചെയ്യണം? ആചാര്യന്മാരെ ഉപാസിക്കണം. ഭക്തി കൊണ്ട് അവരോട് ഈശ്വരനെ കാണുന്ന പോലെ കാണണം. പിന്നെയോ പുണ്യശീലത്വം, നമുക്ക് പുണ്യമായിട്ടുള്ള ശീലം നമുക്ക് ഉണ്ടാകണം. നന്മ കൊണ്ടുള്ള നല്ല ശീലം നമുക്ക് സ്വതവേ വേണം. യമനിയമാദികളോട് എന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളത് ആറാമത്. നമ്മൾ യമനിയമാദികളോട് എന്നെ മുട്ടാതെ എന്നും ഭഗവാനെ മുട്ടിക്കല്ലേ. നമ്മൾ ഇന്ന് കൊടുക്കുന്നത് പ്രാർത്ഥനയാണെന്നിരിക്കട്ടെ, ഭഗവാന് ഞാൻ ഇന്ന് നന്നായി പ്രാർത്ഥന, നാളെ മുടക്കിയാൽ കൊള്ളാമോ? ഇത് ഞാൻ ഒരു കിണ്ടി വെള്ളവും പുഷ്പമൊക്കെ കൊടുത്ത് നന്നായി ഭഗവാനെ പൂജിച്ച് നാളെ പട്ടിണിക്ക് എത്താൻ കൊള്ളാമോ? അപ്പോൾ എന്ത് വേണം?
പിന്നെ പുണ്യശീലത്തെ എന്നെ മുട്ടാതെ ഭഗവാനെ മുട്ടിക്കരുത്, പൂജിക്കുന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്നും കൃത്യനിഷ്ഠ വേണം. നമുക്ക് ഭഗവാന്റെ മുമ്പിൽ വിളക്കൊക്കെ കത്തിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് സന്തോഷപ്പെടും. നമ്മളെന്നും ആഹാരം കഴിച്ചാൽ ഒരു ദിവസം പട്ടിണിക്കുമ്പോൾ അയ്യോ ഇന്നങ്ങ് വിശക്കുന്നേ, എന്നൊന്നും കിട്ടിയെന്ന് പറയത്തില്ലയോ? അതുപോലെ ഭഗവാനും പറയും, ഭഗവാൻ ഇന്ന് എനിക്ക് ഭഗവാൻ പറയും, ഇന്ന് എൻ്റെ ദാസൻ എവിടെ പോയി, എനിക്കിന്ന് നല്ല നാമങ്ങളൊന്ന് കേട്ട് എന്നെ ആരാധിക്കാൻ എനിക്ക് സന്തോഷം, എനിക്ക് ആനന്ദിക്കാൻ ഒക്കുന്നില്ലല്ലോ, എൻ്റെ ഭക്തൻ എവിടെ പോയി എന്നും പറഞ്ഞ് ഇങ്ങനെ ഭഗവാൻ മുട്ടത്തില്ലേ. അതുകൊണ്ട് പിന്നെ പൂജിക്കണം. മന്ത്രോ ഉപാസകത്വം 7ാമത് മന്ത്രങ്ങൾ നമ്മൾ നാമങ്ങൾ ചൊല്ലി ഉപാസിക്കണം. ഉപാസന എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടിണിയല്ല ഉപാസം. പട്ടിണിയാൽ അതിൽ പുണ്യമെങ്കിൽ പട്ടിണി നിത്യവും തീർത്തിട്ടുണ്ട്. എന്തുകൊണ്ട് ദരിദ്രന്മാർ ഇത് ഭഗവാൻ ചേരുന്നില്ല? അതായത് പരമാത്മാവിൻ്റെ അടുക്കൽ വാസം ഉപവാസം എന്നതിനർത്ഥം. അപ്പോൾ പരമാത്മാവിൽ ലയിച്ചിരിക്കുന്നതാണ് നമുക്ക് ഉപവാസം. അല്ല പട്ടിണി ചിലർ എല്ലാവരും ഇങ്ങനെയാണ്, ഇന്ന് എനിക്കിത് ഉപവാസം നോക്കുമ്പോൾ അവിടെ മറ്റു ജോലിയും ചെയ്ത് ഈ ലോക ചിന്തയായിട്ട് പറഞ്ഞ് കണ്ടിരിക്കും. അത് ഉപവാസമാവത്തില്ല. ഭഗവാന്റെ നാമജപങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ് ഉപവാസം. വേണമെങ്കിൽ ഒരു തരം ആഹാരം കഴിക്കാം, അത്ര തന്നെ. അപ്പോൾ മന്ത്രോ ഉപാസകത്വം 7, ഇത് ഒത്തിരി സമയം പോകും, കാണാതിരിക്കല്ലേ മക്കളെ. ഇത് പറയാതിരുന്നാൽ പറ്റത്തില്ല. മന്ത്രോ ഉപാസകത്വം 7ാമതും 8ാമതും മംഗലശീലയെ കേട്ട് ധരിച്ചു കൊള്ളണം. നീ ആരാ? ശബരി അടുത്ത് പറയുക ഭഗവാൻ. ഇതൊരു ഉപദേശമാണ് ശബരി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഭക്തി വേണം. ഇതൊക്കെയാ ചെയ്യേണ്ടുന്നതല്ലാതെ മറ്റൊന്നുകൊണ്ട് ഇത് കിട്ടത്തില്ല. സർവ്വഭൂതങ്ങളിലും മന്മതി ഉണ്ടാകണം. അതായത് സർവ്വചര ആചരങ്ങൾ ഈശ്വരാംശമാണെന്ന ബുദ്ധി ഉദിക്കണം. സർവത്തിനെ കണ്ടാലും അത് പരമാത്മാവാണ് അതിൽ വസിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈശ്വരനെ കാണുന്നത് പോലെ എല്ലാത്തിനെയും കാണണം. അതാണ് മന്മതി. പിന്നെ സർവദാ ഭക്തന്മാരിൽ പാരമാസ്തിക്യവും. അങ്ങനെ ഭക്തന്മാരോടും അങ്ങനെ ഭഗവാന്റെ ഭക്തന്മാരെ കാണുമ്പോൾ ഭഗവാനാണെന്ന് നമ്മൾ ചിന്തിക്കണം. സർവ്വ ബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കുക. ഈ പുറമേ കടന്ന ഈ ലോക ചിന്ത കടന്ന ബാഹ്യം, ഈ പുറമേയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വൈരാഗ്യം ഭവിക്കണം. ആഗ്രഹം പാടില്ല. പിന്നെ സർവ്വ ലോകാത്മാ ജ്ഞാനം എപ്പോഴും ഉറയ്ക്കണം. ഈ ലോകം മൊത്തവും പരമാത്മാവിൽ നിറഞ്ഞിരിക്കുന്നതാണ് എന്ന് നമ്മളെപ്പോഴും മനസ്സിൽ ഉറയ്ക്കണം. തത്വവിചാരം ഭഗവാൻ തന്നെ വിചാരിച്ച് കേൾ. 9ാമതും ഭദ്രേ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ചിത്തശുദ്ധിക്ക് ആദി സാധനം നൂന. ഇതാണ് ആദ്യമേ നമുക്ക് ചിത്തശുദ്ധി വരാൻ. ഈ ചിത്തശുദ്ധി ഇതിൽ കൂടി വരും. അപ്പോഴാണ് നമുക്ക് ഭഗവാനിലേക്കുള്ള ഈ ലയവും ചേർച്ചയും ആനന്ദവും ഒക്കെ ഉണ്ടാകുന്നത്. ഉക്തമായത് ഭക്തി സാധനം 9 വിധം. ഉത്തമേ ഭക്തി, ഇത് 9 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഉത്തമേ ഭക്തി നിത്യം ആർക്കുള്ളൂ വിചാരിച്ച ഇങ്ങനെ ഉത്തമേ ശബരി. ഇത് ആർക്കൊണ്ട് ഇങ്ങനെ വിചാരിച്ചാൽ ഇത് ചിന്തിക്കണം. ആർക്കെങ്കിലും ഉണ്ടോന്ന്. അതുള്ളവർ എന്ത് വരണം? സന്തോഷത്തോടെ ഒന്ന് ചിരിക്കണം. സന്തോഷവും ആനന്ദം കൊണ്ട് നിർവൃതിക്കൊള്ളണം. അപ്പം മനസ്സിലാവും അത് നമുക്കൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒന്ന് ആനന്ദ കണ്ണീര് പൊഴിച്ചാലും കുഴപ്പം. ഞാൻ കുറേ ആനന്ദ കണ്ണീര് കഴിച്ച് ഇരിക്കുക. ഇത് മുന്നേ 30 ദിവസം കൊണ്ട് ഞാനിങ്ങനെ ആനന്ദ കണ്ണീര് പൊഴിച്ചുകൊണ്ടിരിക്കുക. ഇനി എനിക്ക് കണ്ണീരില്ല പോകാൻ. അങ്ങനെ മുത്തമേ ഭക്തി നിത്യം. അതൊക്കെ വായിക്കുമ്പോഴാണ് നമ്മൾ കരഞ്ഞു പോണത്. അയ്യോ ഇത് എനിക്ക് അങ്ങനെയാണല്ലോ, ഞാൻ ഇങ്ങനെയാണല്ലോ എന്ന് നമുക്ക് തോന്നുമ്പോഴാണ് നമുക്ക് ഗൽഗതവും ഭഗവാനുടെ ഒത്തിരി സ്നേഹം കൂടും. നാഥാ ഭഗവാനെ എന്തൊരു ആനന്ദമാണെന്ന് നമുക്ക് തന്നെ ഒരു മുഴുപ്പ്, ഒരു സന്തോഷം, ഒരു നിർവൃതി, ഒരു ആനന്ദം ഒക്കെ അങ്ങ് വന്നുകൂടും. അതങ്ങനെ ഉള്ളവർക്ക് കണ്ണുനീരൊക്കെ വരും. അതുകൊണ്ട് അങ്ങനെ ഉത്തമേ ഭക്തി നിത്യം. ഇത് ആർക്കാണുള്ളത് വിചാരിച്ചാൽ തിര്യ യോനിജങ്ങൾക്കെന്നാകിലും മൂഢന്മാരാ നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ ഏത് മൂഢനായാലും, കാരണം അറിവില്ലാത്തവർക്ക് മൂഢൻ ഇതൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ എന്തുണ്ട്? ഭക്തി ഉണ്ടെങ്കിൽ. അതുകൊണ്ട് തിര്യക്ക് യോനിജങ്ങൾക്കെന്നാകിലും മൂഢന്മാരായാലും നാരികൾ സ്ത്രീകളായാലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണയായ ഭഗവാനുള്ള പ്രേമം, ആ ലക്ഷണമായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനെ മമ തത്വ അനുഭൂതി ഉണ്ടാകും. ഈ അനുഭൂതി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ ഭഗവാനുള്ള ആ പ്രേമം. ഇതൊക്കെ ഭഗവാന് വേണ്ടി നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് എങ്ങനെ? നമ്മളിൽ ഭഗവാനോട് നമ്മൾ അത്രത്തോളം ഭഗവാനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ ഭഗവാൻ ചിന്തിക്കുക, നീ എന്തുവായിട്ട് എന്നെപ്പറ്റി പറയുന്നത്? അപ്പം നമ്മളിൽ ഇങ്ങനെ വഴിഞ്ഞൊഴുകും. ഭഗവാൻ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. നമ്മളിലേക്ക് ഇങ്ങനെ ആകർഷിച്ചിട്ടിരിക്കും. സൂചിയും കാന്തം പോലെ ഭഗവാന് ഒറ്റയ്ക്കൊന്ന് നമ്മളെ തന്നെ ചേർന്നിരിക്കണം. അതാണ് ഭഗവാൻ. അതുകൊണ്ട് വാമലോചനെ പ്രേമലക്ഷണമായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനെ, അതായത് ശബരി മമ എൻ്റെ ഭഗവാന്റെ തത്വ അനുഭൂതി, അത് ഞാനാണ്. ആ അനുഭൂതി നമുക്കുണ്ടാവും. എല്ലാം നാം തന്നെയാണ്. പരമാത്മാവ് ഞാൻ തന്നെയാകുന്നു.
ഇത് തന്നെയാണ് സർവ്വതും. അതും ഇതും എല്ലാം നാം തന്നെയാണ്. പരമാത്മാവാകുന്നു, ഈശ്വരനാകുന്നു. ഒന്നും വേറായില്ല. കാണാതെല്ലാം ഈശ്വരനാണ്. അങ്ങനെയുള്ള അനുഭൂതി ഉണ്ടാകും. തത്വാനുഭവ സിദ്ധനായാൽ മുക്തിയും വരും. അപ്പോൾ അങ്ങനെയുള്ള അനുഭവം നമ്മൾ സിദ്ധിക്കുമ്പോൾ അതാണ് മുക്തി. അല്ല ആരും മുക്തി തരണ്ട. ഇവർ അയ്യോ എനിക്ക് മരിക്കാൻ മുക്തി കിട്ടുന്ന ആരും ചോദിക്കണ്ട. നമ്മളിങ്ങനെ ആയാൽ മതി. അപ്പോഴാണ് അതാണ് മുക്തി. അല്ല മറ്റിടത്തൊന്നും കിട്ടുന്നത് കാര്യമല്ല. ഇത് നമ്മൾ തന്നെ ഇങ്ങനെ അനുഭവിച്ചുണ്ടാക്കിയെടുക്കുന്നതാണ്. തത്ര ജന്മത്തിൻ മർത്തിന് ഉത്തമ തപോധനെ ആകയാൽ മോക്ഷത്തിന് കാരണം ഭക്തി തന്നെ. ഭാഗവതാഢ്യേ ഭഗവത്പ്രിയേ മുനിപ്രിയേ, അതോ ഭാഗവതാഢ്യപ്രിയേ ഭഗവാൻ വിളിക്കുക, ശ്രീരാമൻ വിളിക്കുക ഈ ശബരിയെ. ഭാഗവതാഢ്യേ ഭഗവത്പ്രിയേ മുനിപ്രിയേ, അത്രമാത്രം പ്രിയമാണ്, പ്രേമമാണ് ഭഗവാനോട് ശബരിക്ക്. അതുകൊണ്ടാണ് ഗുരുഭൂതന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും ഭക്തി അവർക്ക് ഇല്ലാഞ്ഞതുകൊണ്ട് അവരൊക്കെ ഭഗവാനെ കാണാൻ പോയത്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ശബരി ഭഗവാനെ സാക്ഷാത്കരിക്കാൻ ഇവിടെ നിന്നു കഴിഞ്ഞു. അതാണ് ഭക്തി ഉണ്ടാകൊണ്ട് കാണാൻ വന്നത് തവ മുക്തിയും അടുത്തത് നിനക്ക് തപോധനെ. നിനക്ക് ഭക്തി ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇവിടെ നിനക്ക് കാണാൻ വന്നത്, ഞാൻ ഇവിടെ വന്ന് കിട്ടിയത്. നിനക്ക് അതുകൊണ്ട് മുക്തിയും അടുത്തതോ നിനക്ക് തപോധനെ. ജാനകി മാർഗം അറിഞ്ഞിടിൽ നീ പറയണം, നിനക്കറിയാമെങ്കിൽ അതുകൂടെ പറഞ്ഞു തരൂ. കേന വാ നീത സീത മൽപ്രിയ മനോഹരി, അതായത് സീതയെ ആരാണ് കൊണ്ടുപോയതെന്ന് പറഞ്ഞു തരൂ. രാഘവവാക്യം ഏവം കേട്ടൊരു ശബരിയും ആകുലം അകലുമാർ ആദരാ അരുൾ ചെയ്താൽ വിഷമം മാറാൻ വേണ്ടി പറയുന്നു. സർവവും അറിഞ്ഞിരിക്കുന്ന നിന്റെ വഴി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവാൻ സീതാദേവി എന്നോട് എല്ലാം അറിയാത്തതല്ലോ ഭഗവാനെങ്കിലും എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. സീതാദേവി ഖേദിച്ച് ലങ്കാപുരിതനിൽ വാഴുന്ന നൂനം കൊണ്ടുപോയത് ദശകണ്ഠൻ അറിഞ്ഞാലും കണ്ടിതു ദിവ്യ ദൃശ്യ തണ്ടലർ മകളെ ഞാൻ. എൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് ഞാൻ കണ്ടു ഈ സീതയെ. മുമ്പിലാമാർ കുറഞ്ഞു ഒന്ന് തെക്കോട്ട് ചെന്ന് മുമ്പിലാമാർ കുറച്ച് മുമ്പോട്ടോട്ട് തെക്കോട്ട് ചെന്നാൽ പമ്പയാം സരസിനെ കാണാം. തൽ പുരോഭാഗെ പശ്യപർവ്വത വരം ഋഷ്യമുഖാഖ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കപിശ്രേഷ്ഠൻ. അവിടെ ഋഷ്യമുഖ എന്ന ശ്രേഷ്ഠമായിരുന്ന പർവ്വതത്തിൽ ചെല്ലുമ്പോൾ അവിടെ കവിയാകുന്ന കുരങ്ങനാകുന്ന സുഗ്രീവനോടുണ്ട്. ബാലിയെ പേടിച്ച് സങ്കേതമായ അനുദിനം ബാലിക്ക് മുനിശാപം പേടിച്ച് ചെന്നുകൂടാ. അതുകൊണ്ട് ബാലി അവിടെ ചെല്ലത്തില്ല. അതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുന്നു സുഗ്രീവൻ. അത് സുഗ്രീവനെ കണ്ടാൽ ബാലി കൊല്ലുന്നത് പിന്നെ അദ്ദേഹം അവിടെ ഇരിക്കുക. ഇവിടെ ഈ ഋഷ്യമുഖ എന്ന പർവ്വതത്തിൽ. അതുകൊണ്ട് അവിടെ ബാലിയെ പേടിച്ച് അവിടെ ഇരുന്നാൽ ബാലി അങ്ങോട്ട് ചെല്ലത്തില്ല. ഒരു ശാപം കൊണ്ട് ബാലിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ബാലിക്കും മുനിശാപം പേടിച്ച് ചെന്നുകൂടാ. 4 മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ, അത് സുഗ്രീവൻ, മാർത്താണ്ഡാത്മ വെച്ചാൽ സൂര്യപുത്രനാണ്. മാർത്താണ്ഡൻ സൂര്യൻ്റെ പുത്രൻ സുഗ്രീവൻ പാലനം ചെയ്യുക ഭവാൻ അവനെ വഴി പോലെ. സുഗ്രീവനെ രക്ഷിക്കണം. കാരണം ബാലി കണ്ടാൽ കൊല്ലത്തില്ലേ, അതെന്നല്ല മോചനം കൊടുക്കണം ഭവാനെ വഴി പോലെ എന്ന് പറഞ്ഞു വിട്ടു ശബരി. സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോട്, എന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്ന് കാര്യവും സാധിച്ചിടാം. എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്ത് ഭവൽപാദ പങ്കജത്തോട് ചേർന്ന് കൊള്ളുവാൻ തുടങ്ങുന്നു. അങ്ങനെ ഭഗവാനെ കണ്ടിട്ട് ഇനി അവർ അഗ്നിപ്രകാരം സമാധിയാവാൻ പോകുന്നു. അഗ്നി പ്രവേശം ചെയ്ത് ഭവൽപാദ പങ്കജത്തോട് ചേർന്ന് കൊള്ളുവാൻ തുടങ്ങുന്നു. പാർക്കണം മുഹൂർത്തം മാത്രം ഭവാൻ അത്രയുമേ. അല്പസമയം കൂടെ അവിടെ പാർക്കണം, എനിക്കിതിൻ്റെ സമയമായി. തീർക്കണം മായാകൃത ബന്ധനം എൻ്റെ മായയിൽ നിന്നെല്ലാം മുക്തം ആയിട്ട് തീർക്കണം. ദയാനിധി ഭക്തി പൂണ്ട് യുദ്ധ മുക്കുത ദേഹത്യാഗവും ചെയ്ത് മുക്കുതിയെ സിദ്ധിച്ചത് ശബരിക്കത് കാലം. ഭക്തവത്സരൻ പ്രസാദിക്കൽ ഇന്ന് അവർക്ക് എന്നിൽ എത്തിയിടും ഭഗവാനിലെത്തിയിട്ട് മുക്കുതി നീചജാതികൾക്ക് എന്നാകും. ഏത് നീചജാതികളായാലും എന്താ പറഞ്ഞ ഭക്തി പൂണ്ട് യുദ്ധ മുക്കുത ദേഹത്യാഗം ചെയ്ത് മുക്കുതി സിദ്ധിച്ചത് ശബരിക്ക്. എന്താ കാരണം? ഭക്തവത്സരൻ പ്രസാദിച്ചത് കൊണ്ട്. എന്താ പ്രസാദിക്കാൻ കാരണം? നല്ല ശീലം, നല്ല ഗുണം, നല്ല ഭക്തി, എല്ലാം കൊണ്ടും ഭഗവാൻ പ്രേമം എല്ലാം ഇവിടെ ശബരി ആയതുകൊണ്ട് ഈ 9 കാര്യങ്ങളും ഭഗവാൻ പറഞ്ഞ ഗുണഗണങ്ങളെല്ലാം ഈ ശബരിക്കുണ്ട്. അതുകൊണ്ട് ഭക്തവത്സരൻ പ്രസാദിക്കിൽ ഇന്ന് അവർക്ക് എത്തിയിടും. ആർക്കായാലും മുക്തി നീചജാതികൾക്ക് പോലും കിട്ടും. പുഷ്കരനേത്രൻ പ്രസാദിക്കലോ ജന്തുക്കൾക്ക് ദുഷ്കരമായിട്ട് ഒന്നുമില്ലെന്ന് ധരിക്കണം. ഈ ഭഗവാന്റെ പ്രസാദം ഉണ്ടെങ്കിൽ നമുക്ക് പ്രയാസമായിട്ട് ഒന്നും തന്നെ ഇല്ല. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ശ്രീരാമപാദാംഭോജം സേവിച്ചു കൊള്ളുക നിത്യം. ഓരോരോ മന്ത്രതന്ത്ര ധ്യാന കർമാദികളും ദൂരെ സന്ധ്യജിച്ച് തൻ ഗുരുനാഥോ ഉപദേശാൽ. ഓരോരോ മന്ത്ര തന്ത്ര ധ്യാന കർമാദികളൊക്കെ ദൂരെ സന്ധ്യജിച്ച് ദൂരെ പോട്ടെ, ഭക്തി മതി. നമുക്ക് ഉള്ള കാലവും യാഗം ചെയ്ത് എന്നും കലിസദ്യ നടത്തി എന്തൊരു കാര്യം പുണ്യം ചെയ്താലും നമുക്ക് തോന്നുന്നതൊക്കെ പുണ്യമാണ്. പക്ഷേ
ഭഗവാനിൽ ചേരണമെങ്കിൽ ഭഗവാനെ പിടിക്കണം. ദാനധർമ്മം ചെയ്താൽ ലോകർക്ക് ഇന്നാര് ഭഗവാനെ അവർക്ക് എനിക്ക് അന്നദാനം തന്നല്ലോ, അല്ലെ യാഗം ഇന്നൊക്കെ ചെയ്തല്ലോ, അല്ലെ നല്ലൊരു പുണ്യകർമ്മ ഒത്തിരി പിന്നെ കല്യാണം കഴിപ്പിച്ച് പലരെയും വിടുന്നുണ്ട്, നല്ല നല്ല പുണ്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഭഗവാനിൽ എങ്ങനെ ചേരാൻ പറ്റും? ഈശ്വരനോട് പ്രാർത്ഥിക്കാതെയും ഭക്തി വർദ്ധിക്കാതെയും ഭഗവാനെ ലയിക്കണം നമ്മുടെ ഹൃദയത്തിൽ വേണ്ടേ വരാൻ. അത് ഹൃദയത്തോട് ചേരാനുള്ളതില്ലയോ? പരമാത്മാവ് ഇവിടെ ഇരിക്കുകയല്ലയോ? ആ ദേഹമാകുന്ന ഈ ക്ഷേത്രത്തിനകത്ത് ഇരിക്കുന്ന ഭഗവാനെ നമ്മൾ ചേരുകയാണ് വേണ്ടേ. അപ്പോൾ അതിന് വേണമെങ്കിൽ ഭക്തിയും ആലാപനങ്ങൾ, ഭഗവത് പ്രാർത്ഥനകൾ, സജ്ജന സംസർഗങ്ങൾ അതൊക്കെ വേണം. മറ്റത് ചെയ്യേണ്ടെന്നല്ല, ഉള്ളവർക്കെല്ലാം ചെയ്യാം. പക്ഷെ അതിൽ കൂടി ഈശ്വരനെ പിടിക്കണമെങ്കിൽ ഈശ്വരനെ തന്നെ നമ്മൾ പിടിക്കണം. അതിന് ഈശ്വരാരാധന വേണം. അതുകൊണ്ട് ഇതെല്ലാം ദൂരെ സന്ത്യജിച്ചു തൻ ഗുരുനാഥോ ഉപദേശാൽ. ഗുരുനാഥന്മാർ ഉപദേശിച്ചിരുന്നത് ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊള്ളുക. നിത്യം ഈ പറഞ്ഞു തരുന്നത് ഉപദേശമാണെന്ന് കരുതി ഇത് അങ്ങനെ ചെയ്താൽ ധ്യാനിച്ചു കൊള്ളുക. ശ്രീരാമ മന്ത്രം ജപിച്ചിടുക സദാകാലം. ശ്രീരാമചന്ദ്രകഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമ ഭക്തന്മാരെ പൂജിച്ച് കൊള്ളുകയും, അതായത് ശ്രീരാമ ഭക്തന്മാരെ കൂടെ പൂജിച്ചു കൊള്ളുകയും. ശ്രീരാമമയം, എല്ലാം കൃഷ്ണമയം എന്ന് പറഞ്ഞാൽ മതി. ശ്രീരാമമയം എന്ന് പറയാം. ഇപ്പോൾ കർക്കിടക മാസം ആയതുകൊണ്ടാണ് ശ്രീരാമമയം എന്ന് പറയുന്നത്. കൃഷ്ണമയവും ശ്രീരാമമയവും എല്ലാം ഏകമാണ്, രണ്ടില്ല, ഒന്നേ ഉള്ളൂ. ഏത് മയം പറയാം, ശിവമയോന്നോ ശക്തിമയോന്നോ എല്ലാം പറയാം. നമ്മുടെ ഉള്ളിൽ ആ സ്നേഹവും ഭക്തിയും വർദ്ധിക്കണമെന്നേ ഉള്ളൂ. രൂപം ഭഗവാൻ ഇല്ലല്ലോ, അരൂപിയാണ്. ഓരോ രൂപം എടുത്തതുകൊണ്ടാണ് നമ്മൾ ശ്രീരാമൻ പറയും. ശ്രീരാമനെന്നോ കൃഷ്ണനെന്നോ പറയുന്നത് എന്താ? ആ രൂപത്തെ പറയുന്നു. പക്ഷെ നമുക്ക് ഭഗവാൻ പരമാത്മാവിന് രൂപമില്ല. നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ആ വസ്തു പരബ്രഹ്മമായിരിക്കുന്ന പരമാത്മാവ് ഉള്ളിലുണ്ട്. അതിനെ സ്നേഹിച്ച് അത് നിർവൃത്തിക്കൊള്ളുക, ആനന്ദം അനുഭവിക്കുക, ലയിക്കുക. അപ്പോൾ ശ്രീരാമമയം നിങ്ങൾ സർവമെന്ന് ഉറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോട് ഐക്യവും പ്രാപിച്ചിടാം. ശ്രീരാമൻ എന്ന് പറയുന്നത് ആ പരമാത്മാവിനോട് ഐക്യം പ്രാപിച്ചിടാം. രാമരാമൻ ജപിച്ചിട സദാകാലം. ഭാമിനി ഭദ്രേ പരമേശ്വരി പരമേശ്വരനെ. യുദ്ധം ഈശ്വരൻ പരമേശ്വരിയോട് രാമഭദ്ര വൃത്താന്തം അരുളി ചെയ്തത് കേട്ട നേരം ഭക്തി കൊണ്ട് ഏറ്റവും പരവശയായി ശ്രീരാമങ്കൽ ചിത്തം ഉറപ്പിച്ച് ലയിച്ചു രുദ്രാണിയും. പരമേശ്വരൻ ഈ കഥകളെല്ലാം പാർവതിക്ക് കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ ഭക്തി കൊണ്ടേറ്റം പരവശയായി. ഇങ്ങനെയാണോ പറഞ്ഞു കൊടുക്കുന്നത്? പരമേശ്വരൻ കൊടുത്തപ്പോൾ രുദ്രാണി പാർവതിക്ക് ചിത്തമൊക്കെ അങ്ങ് ഉറപ്പിച്ചങ്ങ് ലയിച്ച്, ഭഗവാനങ്ങ് ലയിച്ച്. എനിക്ക് തോന്നുന്നു അതിനേക്കാളും ഞാനാണോ ലയിച്ചത്, എനിക്ക് സംശയമുണ്ട്. ഇനി പാർവദേവിയാണോ ഞാനാണോ കൂടുതൽ ലയിച്ചതെന്ന്. ഞാൻ എന്നും ഇതങ്ങ് ലയിക്കോട്ടെ, പിന്നീട് അതിലോട്ട് തരുന്നത്. അങ്ങനെ ഉറപ്പിച്ച് രുദ്രാണിയും, അത് പാർവദേവിക്ക് പരമശം കൊടുക്കുന്ന ഉപദേശമാണല്ലോ. പൈങ്കിളി പൈതൽ രുദ്രാണിയും പൈങ്കിളി പൈതൽ താനും പരമാനന്ദം പൂണ്ട് ശങ്കര ജയിച്ച് അരുളിനാൻ ജയിച്ചെന്നിരുന്നരുളിനാൻ. ഇത്യധ്യാത്മ രാമായണേ ഉമാമഹേശ്വര സംവാദേ ആരണ്യകാണ്ഡ സമാപ്തം. ഭഗവാനി. എല്ലാവർക്കും നമസ്കാരം മക്കളെ. ഇത് മക്കളൊക്കെ നന്നായി വായിച്ച് മനസ്സിലാക്കണം. എനിക്ക് സൗണ്ടിലോട്ടൊന്ന് മുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. ഒന്ന് നീട്ടിയൊന്നും പറയാനോ നീട്ടി വായിക്കാനോ ഒന്നും പറ്റില്ല. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. മറന്നുപോണു വാക്കുകളൊക്കെ. എന്താ പറയുക, എന്ത് പറയണം? എല്ലാവർക്കും സുഖം ഭവിക്കണം, എല്ലാവർക്കും ആനന്ദം അനുഭവിക്കണം, എല്ലാവരും ആനന്ദത്തിൽ ആറാടുക, ശ്രീരാമഭഗവാനിൽ ആനന്ദിച്ചിരിക്കുക, ഭക്തി ഉണ്ടാകുക, പ്രേമം വർദ്ധിക്കുക ഭഗവാനോട്. എന്നിട്ട് എന്നും ആലാപനം ചെയ്യണം, ഈശ്വരനെ സ്തുതിച്ച് ഉള്ളിലാക്കണം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.